ഞാനൊരു മ- ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും നൽപത് കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടുള്ള എന്റെ പേര് ഷിബു. ഉം, നമ്മളിന്ന് ഹായ് ശിവചേട്ടൻ. ഹായ് ഹായ്. ഹായ് 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 എല്ലാവർക്കും ശിവചേട്ടാ. ഹായ് എല്ലാവർക്കും ഹായ്. നമ്മൾ ബിഗ് ബുക്കിന്റെ ഹായ് ശിവചേട്ടാ. ജനനം ബിഗ് ബുക്കിന്റെ ജനനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1939 ഏപ്രിലില് നമ്മുടെ ബുക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളെടുത്ത കുറെ കഷ്ടപ്പാടുകളും ആ, ബുദ്ധിമുട്ടുകളും ആ ബുക്കിന്റെ പ്രിന്റിങ്ങിലേക്കായി എത്തുന്നതിനായി ഒരുപാട് പേരുടെ സഹനങ്ങളും പീഡനങ്ങളും എന്നൊക്കെ പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ബുക്ക് ഇറങ്ങിയത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹാങ് പിയെ കുറിച്ചാണ്. ഹാങ് പി യഥാർത്ഥത്തിൽ ആൽക്കോളിക്സ് അനോണിമസിന്റെ സഹസ്ഥാപകനായി മാറേണ്ടിയിരുന്ന ആളാണ്. ബിൽ ഡബ്ല്യുവിന്റെ റൈറ്റ് ഹാൻഡ് എന്ന് വിളിക്കാവുന്ന, അല്ലെങ്കിൽ ആൽക്കോളിക്സ് അനോണിമസിന്റെ റൈറ്റ് ഹാൻഡ് എന്ന് വിളിക്കാവുന്ന ഒരാളാണ് ഹാങ് പി. എന്തുകൊണ്ട് വീണ്ടും 2 വർഷത്തിന് ശേഷം, ഏകദേശം 2-2.5 വർഷത്തോളം സുബോധവാനായതിനു ശേഷം അദ്ദേഹം വീണ്ടും കുടിക്കാനിടയായതുകൊണ്ടാണ് ഡോക്ടർ ബോബ് സഹസ്ഥാപകന്റെ റോളിലേക്ക് വീണ്ടും കടന്നു വരാനിടയായത്. അപ്പൊ ചരിത്രം മറ്റൊരു രീതിയിലായാനെ ഹാങ് പി കുടിക്കാതിരിക്കുമെങ്കിൽ. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് പഠിക്കുന്നു? അപ്പൊ നമുക്ക് എയിൽ വന്നതിന് ശേഷം പലരും സ്ലിപ്പ് ആവുന്നുണ്ട്, റിലാപ്സ് ആകുന്നുണ്ട്. അവരൊക്കെ അന്ന് ആ സ്ലിപ്പ് ആവുന്നതിനും റിലാപ്സ് ആകുന്നതിന് മുമ്പും എക്ക് ചിലപ്പോൾ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടോ ഷെയറിങ് ചെയ്തുകൊണ്ടോ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പല സംഭാവനകൾ അവർ നൽകിയിട്ടുണ്ട്. അപ്പൊ അത് നന്ദിയോടെ നമ്മൾ ഓർക്കുകയാണ്. നമ്മൾ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹയർ പവറിന്റെ സഹായം കൊണ്ട് കുടിക്കാതിരിക്കുന്നത് പോലെ അവർക്ക് കുടിക്കാതിരിക്കാൻ സാധിക്കാത്ത എന്തോ കാര്യങ്ങളൊക്കെ പിന്നീട് ആൽക്കോളിക്സ് അനോണിമസിലെ പല കാര്യങ്ങളും നമ്മൾ പിന്നീട് പഠിക്കുക, അവരെന്തുകൊണ്ട് സ്ലിപ്പ് ആയതിൽ നിന്ന് നമ്മൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹാങ് പിയൊക്കെ സംബന്ധിച്ച് പവർ, സെക്സ് ആൻഡ് മണി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പലപ്പോഴും ചരിത്രത്തിൽ ഹാങ് പിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഹാങ് പിയുടെ ഒരു ഇൻവെന്ററി എടുക്കുകയല്ല നമ്മൾ ചെയ്യുക. എന്താണ് ബിഗ് ബുക്കിന് വേണ്ടിയിട്ട് ഹാങ് പി നൽകിയിട്ടുള്ള സംഭാവന? ഒരു വലിയ മാനേജ്മെന്റ് സംവിധാനത്തിന്റെ മുകളിലിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ഹാങ് പി ഓയിൽ കമ്പനിയുടെ രാജ്യവ്യാപകമായിട്ടുള്ള സെയിലിന്റെ മാനേജറായിരുന്നു. അങ്ങനെ കുടി മൂലം ആ ഒരു ഓയിൽ കമ്പനിയിൽ നിന്ന് അടുത്ത കമ്പനിയിലേക്ക് പോവുകയും പിന്നീട് അവസാനം എയിലെത്തി, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫെലോഷിപ്പ് ഡ്രങ്ക് സ്ക്വാഡ് എന്നാണ് ഇപ്പൊ എ എന്നൊന്നും വിളിക്കുന്നത് ഈ ബുക്ക് ഇറങ്ങിയതിന് ശേഷം. അപ്പൊ അതിക്ക് മുമ്പ് ഡ്രങ്ക് സ്ക്വാഡ്, ഒരു കൂട്ടം ഡ്രങ്ക് സ്ക്വാഡുകൾ അവരുടെ ഇടയിൽ അദ്ദേഹത്തിന് വരാനിടയാവുകയും തന്റെ ആ മാനേജീരിയൽ കഴിവുകൾ, അല്ലെങ്കിൽ തനിക്ക് പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് ഉണ്ടായിരുന്ന കഴിവുകൾ ബിഗ് ബുക്കിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അദ്ദേഹം പറഞ്ഞു തന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഗോഡ് എന്നുള്ള വാക്ക് ഒഴിവാക്കിക്കൊണ്ട് ഹയർ പവർ, അല്ലെങ്കിൽ ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം, നമ്മൾ മനസ്സിലാക്കുന്ന പോലെ എന്നൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞു. ചില എഡിറ്റേഴ്സിന്, മറ്റുള്ള ചില ഉദ്യോഗസ്ഥർക്ക് ഇതിന്റെ കോപ്പി അയച്ചു കൊടുത്തു. അവരിൽ നിന്ന് സജഷൻ ബിൽ ഡബ്ല്യു സ്വീകരിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഔട്ട്ലൈൻ, ബുക്ക് എങ്ങനെ ഉണ്ടാകണം അതിന്റെ ഒരു ഔട്ട്ലൈൻ ആണ് അദ്ദേഹം പിന്നീട് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാം, കാരണം നമുക്ക് നമ്മുടേതായ ഭാഷയിൽ പറയണ്ടല്ലോ. അപ്പൊ ഇൻ ദ 3rd week of June, അതായത് ജൂണിൽ 3ാമത്തെ ആഴ്ച, ഹാങ് പി ക്രിയേറ്റഡ് എ കോംപ്രഹെൻസീവ് ഔട്ട്ലൈൻ ഫോർ ദ പ്രൊപ്പോസ്ഡ് ബുക്ക്. അതായത് ബുക്കിന്റെ പ്രിന്റിങ്ങിന് പോകാനായിട്ടുള്ള ബുക്കിന്റെ ഒരു ഔട്ട്ലൈൻ എങ്ങനെയായിരിക്കണം, ഒരു മാതൃക അദ്ദേഹം ഉണ്ടാക്കി. വൺ ഫാർ മോർ അംബീഷ്യസ് ദാൻ ടോം താച്ചേഴ്സ് സ്ട്രേറ്റ് ഫോർവേഡ് ഐഡിയ ഓഫ് കമ്പൈലിംഗ് ആൻഡ് പബ്ലിഷിംഗ് 100 റിയൽ ലൈഫ് സ്റ്റോറീസ് ഓൺ റിക്കവറി. അതായത് ടോം താച്ചർ ആരാണ്? എബി താച്ചറിന്റെ ചേട്ടനായിട്ടുള്ള ടോം താച്ചർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നമ്മൾ അയാൾ കുറെ ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ 100 പേരുടെ ലൈഫ് സ്റ്റോറി എഴുതുന്ന ആ നേരെ എഴുതുക, അല്ലെങ്കിൽ ആ അവരുടെ കഥ നേരെ എഴുതുക, സ്ട്രേറ്റ് ഫോർവേഡ് ഐഡിയ, ആ ആശയത്തിന് വിപരീതമായി അദ്ദേഹം പല ആശയങ്ങളും അതിനകത്ത് കൊടുത്തു. വാട്ട് എൽസ് വുഡ് ഓൺ എക്സ്പെക്ട് ഫ്രം ഹെൻറി ജി പി ബട്ട് എ മോർ അംബീഷ്യസ് പ്ലാൻ. എന്താണ് ആ പ്ലാൻ? ഹാങ് outline significantly scaled back the number of personal stories and then added 10 additional exposition chapter on a wide variety of topics related to the problem of alcoholism and its solution. അതായത് മദ്യത്തെക്കുറിച്ചും അതിന്റെ മദ്യാസക്തിയുടെ പരിഹാരത്തെക്കുറിച്ചും ഏകദേശം 10 ചാപ്റ്ററെങ്കിലും ഉണ്ടാകണമെന്ന് അദ്ദേഹം അതായത് നമ്മുടെ പേഴ്സണൽ വ്യക്തിപരമായ കഥകൾ കൂടാതെ ഏകദേശം ഒരു 10 ചാപ്റ്റേഴ്സ് എങ്കിലും ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അക്കോർഡിംഗ് ടു ഹാങ് പി, the book would open with the 2 chapters already written. അതായത് there is a solution എന്ന് പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചും നമ്മുടെ ആൽക്കഹോളിക്കിന്റെ ഒരു ഡെഫിനിഷൻ, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഉള്ള
ദർ ഈസ് എ സൊല്യൂഷൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലവും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പരിഹാരങ്ങളും വിവരിക്കുന്ന ഒരു പൊതുവായ രീതിയിൽ വിവരിക്കുന്ന ഒരു പരിഹാരമുണ്ടെന്നുള്ള ഒരു ചാപ്റ്ററും ബില്ലിന്റെ കഥ അതായത് തന്റെ മദ്യാസക്ത ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളിലൂടെ എങ്ങനെ മദ്യാസക്തനായി എന്നും എങ്ങനെ ഞാൻ മദ്യാസക്തിയിൽ നിന്ന് മുക്തനായി എന്നും ബില്ല് എഴുതുന്ന കഥയാണ് ബില്ലിന്റെ കഥ. അപ്പോ ഈ ഒരു പരിഹാരമുണ്ട്, ബില്ലിന്റെ കഥ, ഈ 2 ചാപ്റ്റേഴ്സ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. അതിന് ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉള്ളത് ഇവര് പലരും ഇതിന്റെ കോപ്പികളെല്ലാം പലർക്കും കൊടുക്കുകയും അവരിൽ നിന്ന് സജഷൻസ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും തിരുത്തുകയും തെറ്റുകൾ വരുന്നതൊക്കെ തിരുത്തുകയും കൂടുതൽ സ്വീകാര്യമായിട്ട് പൊതുസമൂഹത്തിന് സ്വീകാര്യമായ രീതിയിലൊക്കെ അവർ മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോ ആ 2 ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തണം. ദിസ് ടു വുഡ് ദെൻ ബി ഫോളോഡ് ബൈ 13 ചാപ്റ്റേഴ്സ് ഓഫ് പേഴ്സണൽ സ്റ്റോറീസ്. അതായത് ഈ 2 എണ്ണവും കഴിഞ്ഞതിന് ശേഷം 13 വ്യക്തികഥകൾ ഉണ്ടാകണമെന്നും ചാപ്റ്റർ 3 to 10 പ്രസന്റിംഗ് വൺ സ്റ്റോറി ഈച്ച്. അതായത് ഓരോ കഥകളും ഓരോ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഓരോ പേഴ്സണൽ സ്റ്റോറികളും വെക്കണമെന്നൊക്കെയാണ് അദ്ദേഹം. നറേറ്റർ ഓഫ് ദ ഫസ്റ്റ് സ്റ്റോറി ഇൻട്രൊഡ്യൂസ് അതേഴ്സ് വിൽ ടെൽ ദാറ്റ് ദേ വെയർ ലൈക്ക് ആൻഡ് ദാറ്റ് ദേ ഹാവ് ഫൗണ്ട്. അവരെങ്ങനെയാണ് ഈ പറയുന്ന പ്രോഗ്രാം കണ്ടെത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തികഥകള് ഓരോ ചാപ്റ്ററിന് ശേഷം വെക്കണം. വൈൽ ചാപ്റ്റർ 11, 15 വുഡ് ഇൻക്ലൂഡ് 4 ഷോർട്ടർ സ്റ്റോറീസ്. 11 മുതൽ 15 വരെയുള്ള ചാപ്റ്ററുകൾക്ക് ശേഷം 3 ചെറിയ കഥകള്. ദിസ് വിൽ കണ്ടെയ്ൻ ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റോറീസ് റിട്ടൺ ബൈ ആൽക്കഹോളിക് മെൻ ആൻഡ് വുമൺ. അതായത് സ്ത്രീ പുരുഷന്മാരായ ആൽക്കഹോളിക് എഴുതിയ ചെറിയ കഥകളാണ് അവർ എഴുതേണ്ടത്. ഫോർ എ ടോട്ടൽ ഓഫ് 29 പേഴ്സണൽ സ്റ്റോറീസ് ഓഫ് റിക്കവറി. അപ്പൊ ഹാങ്പി പറയുന്നത് ഏകദേശം ഒരു 29 കഥകളെങ്കിലും വേണമെന്നാണ്. ബുക്ക് ഇറങ്ങിയപ്പോൾ നമുക്കറിയാം ഏകദേശം 42, 43 കഥകളും കണ്ടിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ജസ്റ്റ് 1 ലെസ് ദാൻ ദ ആക്ച്വൽ നമ്പർ ഓഫ് സ്റ്റോറീസ് പബ്ലിഷ് ഇൻ ദ ഫസ്റ്റ് പ്രിന്റിംഗ് ഇൻ ദ ബുക്ക് 10 months later. പിന്നീട് 10 മാസങ്ങൾക്ക് ശേഷം ബിഗ് ബുക്ക് ഇറങ്ങിയപ്പോ ഈ നമ്പറിൽ കൂടുതൽ, അപ്പൊ ചെറിയ നമ്പറാണ് അദ്ദേഹം പറഞ്ഞത്, അതിൽ ആ നമ്പറിൽ കൂടുതലാണ് നമുക്ക് പിന്നീട് പ്രിന്റിങ്ങിനായിട്ട് പോയപ്പോൾ ഉണ്ടായിരുന്നത്. ദ ഡിഫറൻസ് ബീയിങ് കോസ്ഡ് ബൈ ദ ലാസ്റ്റ് മിനിറ്റ് അഡീഷൻ ഓഫ് സ്റ്റോറി കോൾഡ് ലോൺ ആൻഡ് ഓവർ. ലോൺ ആൻഡ് ഓവർ എന്ന് പറയുന്ന കഥയും കൂടി ലാസ്റ്റ് മിനിറ്റിൽ ചേർക്കപ്പെട്ടു. ഇറ്റ് ഈസ് ഓൾസോ ഇൻട്രസ്റ്റിംഗ് ടു നോട്ടീസ് ദാറ്റ് ഹാങ്ക് thought it would be necessary to add some appropriate editorial comments at the end of each of these stories. അതായത് ഈ ഓരോ കഥകൾക്ക് ശേഷവും അവസാനം അത് എഡിറ്റ് ചെയ്യുന്ന ആള് കമന്റ് എഴുതുക എന്നുള്ള ഒരു കാര്യം കൂടി ഹാങ്ക് പറയുന്നുണ്ട്. എംപസൈസിങ് ആൻഡ് അനലൈസിങ്, എന്താണ് ഇതിനെപ്പറ്റി സൂക്ഷ്മ വിശദീകരിക്കുക, അല്ലെങ്കിൽ ഒരു നിരൂപണം എഴുതുന്നത് പോലെ ചെയ്യുക. എനി സിഗ്നിഫിക്കന്റ് പോയിന്റ് ഇൻട്രസ്റ്റഡ് ദേ മൈറ്റ് ഹാവ് റേസ്ഡ്. അതായത് ഈ എഡിറ്റ് ചെയ്യുന്ന ആൾക്ക് ഈ കഥയിൽ നിന്ന് എന്തെങ്കിലും താല്പര്യമുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരു നിരൂപണം പോലെ എഴുതാനായിട്ട് ഹാങ് പി ആവശ്യപ്പെടണം. ഹാങ് വാസ് പ്ലാനിങ് ടു എക്സസൈസ് സം എഡിറ്റോറിയൽ കൺട്രോൾ ഓവർ ദ സ്റ്റോറി സബ്മിറ്റഡ്. അപ്പോ ഈ സമയത്ത് ഹാങ്ക് വ്യക്തികഥകളിൽ ഒരു എഡിറ്റോറിയൽ കൺട്രോൾ, അതായത് എഡിറ്റിങ്ങിനും കൂടി നിയന്ത്രണം ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മോസ്റ്റ് ലൈക്ലി ആന്റിസിപ്പേറ്റിംഗ് ദാറ്റ് ഇഫ് നത്തിങ് എൽസ് ദ അക്രോൺ സ്റ്റോറീസ് വുഡ് റിക്വയർ സം ഓവർസൈറ്റ്. അപ്പം അദ്ദേഹം പറയുന്നത് അക്രോണിൽ നിന്ന് എഴുതിയ ആളുകൾ എഴുതിയ കഥ അവരുടെ പേഴ്സണൽ സ്റ്റോറിയിൽ ചെറിയ ഒരു നോട്ടം ആവശ്യമുണ്ട് എന്നാണ്. നോട്ട് ഓൾസോ ദാറ്റ് ഹാങ്ക് വൺസ് അഗെയിൻ യൂസ് ദ ഫ്രേസ് ആൽക്കഹോൾ ഈസ് അനോണിമസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വീണ്ടും അദ്ദേഹം തന്നെയാണ് ആൽക്കഹോൾ ഈസ് അനോണിമസ് എന്നുള്ള ഫ്രേസ് അല്ലെങ്കിൽ ആ ഒരു വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ആസ് ദ നെയിം ഓഫ് ഗ്രൂപ്പ് ആൻഡ് പെർഹാപ്സ് ഈവൻ ആസ് ദ നെയിം ഓഫ് ദ ബുക്ക് ഹീസ് ടിപ്പിക്കലി അൺക്ലിയർ. അപ്പോ അദ്ദേഹത്തിന് പോലും അവ്യക്തമായ, അല്ലെങ്കിൽ അദ്ദേഹം പോലും മനസ്സറിഞ്ഞ് വിചാരിക്കാത്ത ആൽക്കഹോളിസ് അനോണിമസ് എന്ന് പിന്നീട് നമ്മുടെ സംഘടനയ്ക്കും ബുക്കിനും ഒക്കെ പേര് വന്നതിന് കാരണമായി. പക്ഷെ അദ്ദേഹം പോലും അത് വിചാരിച്ചിരുന്നില്ല, അൺക്ലിയർ ആയിരുന്നു. ഫോളോയിങ് ദ പേഴ്സണൽ സ്റ്റോറീസ് ദ നെക്സ്റ്റ് 10 ചാപ്റ്റേഴ്സ്, അതായത് കഥകൾക്ക് ശേഷം, വ്യക്തികഥകൾക്ക് ശേഷം അടുത്ത 10 ചാപ്റ്ററിൽ ഹാങ് ഡിസ്ക്രൈബ്സ് ആർ റിമാർക്കബിളി പ്രൊഫറ്റിക് ഇൻ പ്രെഡിക്റ്റിംഗ് ദ ടോപ്പിക്സ് ദാറ്റ് വുഡ് ആക്ച്വലി ബി കവേർഡ് ഇൻ ദി ബിഗ് ബുക്ക്. അപ്പോ ഓരോ ടോപ്പിക്കുകളും എന്തായിരിക്കണം, ഓരോ ചാപ്റ്ററും അതിന്റെ ടോപ്പിക്കും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സിൻസ് നൺ ഓഫ് ദോസ് ചാപ്റ്റേഴ്സ് ഹാവ് ടൈറ്റിൽസ്, അതിന് ടൈറ്റിൽ ഉണ്ടായിരുന്നു. അതേ വേർ സിംപ്ലി നമ്പേർഡ് 16 through 25. അതായത് ചാപ്റ്റർ 16, ചാപ്റ്റർ 17 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാപ്റ്റർ 25 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളൂ. അപ്പൊ ടൈറ്റിൽ കൊടുത്തിരുന്നില്ല. പെർഹാപ്സ് ദ ക്ലിയറസ്റ്റ് വേ ടു ഇല്ലുസ്ട്രേറ്റ് ദ accuracy of his vision is to list the title of the chapter that currently appear in the first 164 page of the book Alcohol is Anonymous. അപ്പം ഈ ഇത്തരത്തിലുള്ള ഒരു ആക്യുറസിയും അല്ലെങ്കിൽ ഒരു കൃത്യതയും ദർശനവും
ആൽക്കോളിസ് അനോണിമസിന്റെ 164 പേജുകൾ പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഫോളോവഡ് ബൈ ദ കറസ്പോണ്ടിങ് കോഡ്സ് വിത്ത് ഹാങ്സ് ഔട്ട്ലൈൻ. ഹാങ്ക് കൊടുത്ത ഒരു ഔട്ട്ലൈനും കൂടി ഫോളോ ചെയ്തുകൊണ്ടാണ് അത് ബുക്ക് ഇറക്കിയത്. ഇൻ വിച്ച് ഹി ഡിസ്ക്രൈബ് ദ സജസ്റ്റഡ് കണ്ടന്റ്സ് ഫോർ ഈച്ച് ഓഫ് ദ പ്രൊപ്പോസ്ഡ് ചാപ്റ്റേഴ്സ്. അപ്പോൾ പിന്നീട് അതെന്തായിരിക്കണം പ്രൊപ്പോസ്ഡ് ചാപ്റ്റേഴ്സ്, എങ്ങനെയായിരിക്കണം നിർദ്ദിഷ്ടമായിട്ടുള്ള അധ്യായങ്ങൾ എന്ന് അദ്ദേഹം പറയണം. അതിന് അദ്ദേഹം ആദ്യം കൊടുത്തത് ദി ഡോക്ടേഴ്സ് ഒപ്പീനിയൻ എന്ന തലക്കെട്ടാണ്. ദ ഡോക്ടേഴ്സ് ഒപ്പീനിയൻ, ടെസ്റ്റിമണി ഓഫ് എ വെൽ നോൺ ഫിസിഷ്യൻ ഹു ഹാസ് സ്പെസിഫൈഡ് ലൈഫ് ടൈം വിത്ത് ആൽക്കഹോളിസ്. അതായത് മദ്യാസക്തരോടൊപ്പം ജീവിതത്തിന്റെ അവസാനം വരെ മദ്യാസക്തരോടൊപ്പം ജീവിച്ച ഒരു ഫിസിഷ്യന്റെ, ഒരു ഡോക്ടറുടെ സാക്ഷ്യപത്രം. അറ്റ് ഹിസ് ഹോസ്പിറ്റൽ ഹി ഹാസ് ബീൻ മെനി ഓഫ് ദ റിക്കവർ ഹും ഹാസ് ബി പ്രൊനൗൺസ്ഡ് ഇൻക്യൂറബിൾ. അതായത് അനേകം ആളുകൾ ഒരിക്കലും സുഖപ്പെടില്ല എന്ന് വിചാരിച്ചതിന് ശേഷം ഈ ഇദ്ദേഹത്തിന്റെ ആശുപത്രിയിൽ, അതായത് ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം അവര് സുഖപ്പെട്ടു. ഇറ്റ് വിൽ ഓൾസോ കവർ ദ പ്രോബ്ലം ഇൻ എനി ലാംഗ്വേജ് ഫ്രം ദ മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ അത് അങ്ങനെ ആ ചാപ്റ്റർ കൊടുക്കുമ്പോൾ മനഃശാസ്ത്രപരമായിട്ടുള്ള, വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഒരു ദർശനം അല്ലെങ്കിൽ ഒരു പോയിന്റ് പറയാനായിട്ട്, ഒരു കാഴ്ചപ്പാട് പറയാനായിട്ട് അവരെ സഹായിക്കുന്നു. അപ്പോ യഥാർത്ഥത്തില് ഡോക്ടേഴ്സ് ഒപ്പീനിയൻ ഹാങ്കിന്റെ ചാപ്റ്റർ 17 ആയിട്ടാണ് അദ്ദേഹം ഔട്ട്ലൈൻ കൊടുത്തത്. പക്ഷെ നമ്മുടെ ബുക്കിൽ ആദ്യത്തെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. 1 and 2, അടുത്ത ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം, ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് ദെയർ ഈസ് എ സൊല്യൂഷനും രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ട് ബിൽഡ് സ്റ്റോറിയും വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 ചാപ്റ്ററാണ് നിലവിലായിട്ട് നമ്മൾ എഴുതി തീർത്തിട്ടുള്ളൂ. മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് അദ്ദേഹം പറയുന്നത് മോർ അബൌട്ട് ആൽക്കഹോളിസം, മദ്യാസക്തിയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ്. ഡിവോട്ടഡ് ടു ദ വേഗറീസ് ഓഫ് ദ ആൽക്കഹോളിക് മൈൻഡ്, അതായത് ഒരു മദ്യാസക്തന്റെ മനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതിനു വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്നു. ബിയറിംഗ് എസ്പെഷ്യലി ഓൺ മെന്റൽ ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ്സ്, അതായത് മാനസികവും വൈകാരികവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മനസ്സ്. ഹാവിംഗ് ഒബ്സർവ്ഡ് ഈച്ച് അതർ അണ്ടർ ന്യൂ കണ്ടീഷൻ വി തിങ്ക് അവർ എക്സ്പീരിയൻസ് വിൽ ബി ഓഫ് ഇമൻസ് ബെനിഫിറ്റ് ഓഫ് ആൽക്കഹോളിക് റീഡേഴ്സ്. അപ്പൊ മദ്യാസക്തരായിട്ടുള്ള വായനക്കാർക്ക് വേണ്ടിയിട്ട് അവർ വായിക്കുമ്പോൾ അവർ തീർച്ചയായും കണ്ടുപിടിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ചില കണ്ടീഷൻസ്, പുതിയ കണ്ടീഷൻസ് വിത്തിങ് അവർ എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവങ്ങളിലൂടെ വിവരിക്കുക. ഇറ്റ് വിൽ ഗീവ് ദ മെഡിക്കൽ പ്രൊഫഷൻ ദ ഇന്റിമേറ്റ് വ്യൂ ഓഫ് ദിസ് മെൻസ് മൈൻഡ്സ് ദേ വേ സോ മച്ച് ഡിസൈർ. അതായത് ഇത് വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന, തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് പോലും ഈ മനുഷ്യരുടെ മനസ്സ് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയാം. അപ്പോൾ ഹാങ്കിന്റെ ചാപ്റ്റർ 18 ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് നമുക്കിവിടെ ബുക്കിൽ വന്നിട്ടുള്ളത്. നാലാമത്തെ ചാപ്റ്റർ ബി അഗ്നോസ്റ്റിക്സ്. മോസ്റ്റ് ഓഫ് us വേർ ഹോണസ്റ്റ് ഇസ് ബീങ് അഗ്നോസ്റ്റിക്. ദിസ് ചാപ്റ്റർ ഈസ് സോ ഡയറക്റ്റഡ്. അപ്പോൾ അതായത് നമ്മളെല്ലാം ഒട്ടുമിക്ക മനുഷ്യരും അഗ്നോസ്റ്റിക് ആണെന്നാണ് ആ ബുക്കിൽ തുടക്കത്തിൽ തന്നെ പറയാം. ആ ചാപ്റ്ററെ കുറിച്ചാണ് നാലാമത്തെ ചാപ്റ്റർ ആയിട്ട് എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് ഒരു സംശയത്തിൽ നിൽക്കുന്ന ആളുകൾ, വിശ്വസിക്കുന്നതിൽ നിന്നല്ല, സംശയം. 5, 6 ചാപ്റ്റർ ഹൗ ഇറ്റ് വർക്ക്സ് ആൻഡ് ഇൻടു ആക്ഷൻ, എങ്ങനെ പ്രവർത്തിക്കുന്നു, പിന്നെ പ്രവൃത്തി പദത്തിലേക്ക്. ഹാവിംഗ് സെക്യൂർഡ് ദ കോൺഫിഡൻസ് ഓഫ് ദ ആൽക്കഹോളിക് റീഡർ വി ടെൽ ഹിം ജസ്റ്റ് വാട്ട് ഹി ക്യാൻ ഡു അബൌട്ട് ഇറ്റ്. അതായത് ഒരു മദ്യാസക്തനായ വായനക്കാരനോട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് ഫോർ വർക്കിംഗ് ഔട്ട് ഹിസ് സിറ്റുവേഷൻസ് ഓഫ് ദിസ് പാസ്റ്റർ റീഡർ. അതായത് ഒരു പുരോഹിതനോ പാസ്റ്ററോ മറ്റു വായനക്കാരനോ വായിച്ചാൽ പോലും അവർക്ക് ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ ആണ്, എന്താണ് നമ്മുടെ പടികളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ ആണ് ആ പേജുകളിൽ അദ്ദേഹത്തെ കൊടുത്തിരിക്കുന്നത്. അവർ എക്സ്പീരിയൻസ് ഷോസ് ദാറ്റ് ദ മാൻ ക്യാൻ ഡു ദിസ് ഇഫ് ഹി ഫോളോസ് ഡയറക്ഷൻ. അതായത് ഏതൊരു മനുഷ്യനും അവൻ ഈ ഡയറക്ഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായി ചെയ്യാൻ പറ്റും. ഗ്രേറ്റ് നമ്പർ ക്യാൻ ബി ടച്ച്ഡ് ബൈ ദ ബുക്ക് ഇൻ ദിസ് ഫാഷൻ. അപ്പം പല ആളുകൾക്കും ഈ ഒരു രീതിയിൽ എഴുതുമ്പോൾ നമ്മുടെ പടികളെ പറ്റി സ്വീകരിക്കാൻ പറ്റും. അടുത്ത 7, വർക്കിംഗ് വിത്ത് അതേഴ്സ്. We observed that once an alcoholic has a spiritual experience, he must throw himself into work for others. അതായത് ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാള് ആത്മീയ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ള ഒരാളുകളോട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ഒരു ആത്മീയ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുള്ളതാണ് വർക്കിംഗ് വിത്ത് അതേഴ്സിന്റെ മെയിൻ കണ്ടന്റ്. ഇറ്റ് ഈസ് പ്രിഫറബിൾ ദാറ്റ് ഹി വർക്ക് വിത്ത് അതർ ആൽക്കഹോളിക്സ് ഫോർ ഹി ക്യാൻ ഡു തിങ്സ് വിച്ച് നോ വൺ എൽസ് ക്യാൻ ഡു. അതായത് മറ്റു മദ്യാസക്തർക്കോ മറ്റ് ആളുകൾക്കോ, മദ്യാസക്തർക്കല്ല,
മറ്റാളുകൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു ഫീൽഡാണ് ആൽക്കഹോളിസം. നമുക്ക് അത് കൃത്യമായി ആ ജോലി ചെയ്യാൻ പറ്റുന്നു. ദിസ് ചാപ്റ്റർ വിൽ ഡീറ്റെയിൽ ജസ്റ്റ് ഹൗ ടു ഹെൽപ്പ് അതേഴ്സ്. ഇത് മൊത്തത്തിൽ പറയുന്നത്, വർക്കിംഗ് വിത്ത് അതേഴ്സ് മൊത്തത്തിൽ പറയുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കുക. ആൻഡ് ബിൽഡ് അപ്പ് എ ന്യൂ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. അതായത് പുതിയ ഒരു സംഘം കൂട്ടുകാരെ ഉണ്ടാക്കിയെടുക്കുക. ദിസ് ചാപ്റ്റർ വിൽ ഗീവ് എ ബ്ലൈൻഡ് അഡ്രസ് ടു വിച്ച് ആൻ ആൽക്കോഹോൾ ഹു ഹാസ് റിക്കവേർഡ് ആൻഡ് ഇസ് ഹെൽപ്പിംഗ് അതേഴ്സ് മേ റൈറ്റ്. അതായത് ഓരോ എഴുത്തിലൂടെയും മറ്റു ആൽക്കഹോളിക്കിനെ എങ്ങനെയാണ് സുബോധത്തിലേക്ക് സഹായിക്കുന്നത്, മറ്റുള്ളവരെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നാണ് ഈ അധ്യായം പൂർണ്ണമായും വിവരിക്കുന്നത്. വെൻ ദ കറസ്പോണ്ടൻസ് ഇൻഡിക്കേറ്റ്സ് റിയൽ റിസൾട്ട് വി ഷാൽ കണ്ടന്റ് ആൻഡ് ഡ്രോ ദം ഇൻ ടു ഫെലോഷിപ്പ്. അപ്പോൾ ഇത് വായിക്കുന്ന ഓരോരുത്തർക്കും അതിന്റെ യഥാർത്ഥത്തിലുള്ള റിസൾട്ട് എന്താണ്, അവരെ എങ്ങനെയാണ് നമ്മുടെ ഫെലോഷിപ്പിലേക്ക് നയിക്കുന്നത് എന്നാണ് ഈ അധ്യായം വിവരിക്കുന്നത്. 8-9 അധ്യായങ്ങള് ടു വൈഫ്സ്, ഭാര്യമാരോട്, ദ ഫാമിലി ആഫ്റ്റർവേർഡ്, അതായത് പിന്നീടുള്ള കുടുംബം, ഇത് രണ്ടുമാണ്. ഡീലിംഗ് വിത്ത് വൈഫ്സ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് ഷോയിങ് ദം ഹൗ ദേ മേ ഹെൽപ്പ്. അതായത് ഭാര്യമാർക്കും മദ്യാസക്തരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ 2 ചാപ്റ്ററും വ്യക്തമാക്കുന്നത്. അടുത്തത് ടു എംപ്ലോയീസ് ആണ്. അവിടെ എന്താണ് പറയുന്നത്, വിൽ ബി ഗിവൺ ദ ന്യൂ വ്യൂ ഓഫ് ആൽക്കഹോളിസം ആസ് ഇറ്റ് അഫക്ട് ദയർ ഇൻട്രസ്റ്റ്. അതായത് അവരുടെ ജോലി സ്ഥലങ്ങളിൽ എങ്ങനെയാണ് മദ്യാസക്തി വ്യാപിക്കപ്പെട്ടത്. മെനി സ്പെസിഫിക് സജഷൻ വിൽ ബി മെയ്ഡ് ആസ് ടു ഹൗ ദേ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ദ എംപ്ലോയർ മേ ഹാൻഡിൽ ദ മെറൈഡ് സിറ്റുവേഷൻ വിച്ച് ആർ സോ ഫബ്ലിംഗ് ടു ഹിം അറ്റ് പ്രസന്റ്. അതായത് കമ്പനി ഉടമകളായ അല്ലെങ്കിൽ ജോലി ഉടമകളായ അവർക്ക് മദ്യാസക്തരായ ആളുകളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ പരിഹാരം ചെയ്യാം. മെറൈഡ് സിറ്റുവേഷൻ വിച്ച് ബഫ്ലിംഗ് ടു ഹിം അറ്റ് പ്രസന്റ്. അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് കുഴക്കുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താം എന്നുള്ളതാണ് ടു എംപ്ലോയേഴ്സിലൂടെ അത് പറയുന്നത്. എ വിഷൻ ഫോർ യു 11ാമത്തെ അധ്യായമാണ്. ദിസ് ചാപ്റ്റർ വിൽ ഡിസ്ക്ലോസ് അവർ ലൈഫ് ആസ് എ ഗ്രൂപ്പ്. നമ്മുടെ ഗ്രൂപ്പിന്റെ ജീവിതവും നമ്മുടെ ഗ്രൂപ്പിന്റെ വർക്കും നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും പിന്നെ നമ്മുടെ മനോഭാവങ്ങളും ഔട്ട്സൈഡ്, അതായത് പുറം ലോകത്തോട് നമ്മുടെ ബിസിനസ്സിനോടും ഒക്കെ നമുക്കുണ്ടാകേണ്ട മനോഭാവങ്ങളും. വി ഷാൽ ഷോ ഹൗ അവർ സിമ്പിൾ കോമൺ ഡിനോമിനേറ്റർ വർക്ക്സ് ഇൻ ദ എവരിഡേ വേൾഡ്. അതായത് ദൈനംദിനം നമ്മുടെ ഈ ലോകത്തുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാട് എന്താണെന്നാണ് എ വിഷൻ ഫോർ യു എന്നുള്ള അധ്യായം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വീക്ഷണം എന്നുള്ള അധ്യായം വിവരിക്കുന്നത്. ദിസ് ഈസ് എ റിമാർക്കബിൾ അച്ചീവ്മെന്റ്. ഇതൊരു വലിയ നേട്ടമാണ്. ഇൻ ദിസ് ഏർലിയസ്റ്റ് ഔട്ട്ലൈൻ, ഹാങ്ക് കൊടുത്ത ഈ തുടക്കകാലത്തെ ഔട്ട്ലൈന്, ഹാങ് പി വാസ് ആക്യുറേറ്റ്ലി അക്കൗണ്ടഡ് ഫോർ ഈച്ച് ഓഫ് ദ ചാപ്റ്റർ ദാറ്റ് വുഡ് ഇവഞ്ച്വലി ബി പബ്ലിഷ്ഡ് ഇൻ ദ ബുക്ക്. അദ്ദേഹം കൊടുത്ത മിക്ക അധ്യായങ്ങളും തന്നെ പിന്നീട് ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിൽ കടന്നു വന്നു. ആൻഡ് ഹി വാസ് ഓൾമോസ്റ്റ്ലി പെർഫെക്റ്റ്ലി ഡിസൈനേറ്റഡ് ദ കറക്റ്റ് നമ്പർ ഓഫ് സ്റ്റോറീസ് ദാറ്റ് വുഡ് അപ്പിയർ ഇൻ ദ ഫസ്റ്റ് പ്രിന്റിംഗ്. അപ്പൊ ആദ്യത്തെ പ്രിന്റിംഗിൽ അദ്ദേഹം കൊടുത്ത അതേ നമ്പറുകളിൽ തന്നെയാണ് ആളുകളുടെ കഥകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ് ബിൽ വിൽസൺസ് ലേറ്റർ ഡിസ്മിസീവ് കമന്റ്സ് ദാറ്റ് ദേ ഹാഡ് ബീൻ അൺഎബിൾ ടു കം അപ്പ് വിത്ത് എനി ജെന്യൂൻ ഔട്ട്ലൈൻ ഫോർ ദ പബ്ലിക്കേഷൻ. അതായാലും നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഒരു വിവരമില്ല. ബിൽ വിൽസൺ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഡിസ്മിസീവ് ആയിട്ടുള്ള എന്തെങ്കിലും കമന്റുകൾ പറഞ്ഞോ അല്ലെങ്കിൽ അത് ഒഴിവാക്കപ്പെട്ടോ എന്ന് നമുക്കറിയത്തില്ല. അനേബിൾ ടു കം അപ്പ് വിത്ത് എനി ജെന്യൂൻ ഔട്ട്ലൈൻ ഫോർ ദ പബ്ലിക്കേഷൻ ആൻഡ് ദാറ്റ് ഓൾ ഹി ഹാഡ് ടു വർക്ക് വിത്ത് വൈൽ റൈറ്റിംഗ് ദ ബുക്ക് വാസ് ഹാങ്സ് hastily drawn up list of possible chapter headings. അപ്പൊ ഹാങ്കും അദ്ദേഹവും ഉണ്ടായ, നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് പറഞ്ഞാണ്, ഈ ബുക്ക് എഴുതുന്ന സമയത്തുണ്ടായ ഹെഡിങ്ങുകളെ പറ്റിയൊക്കെയുള്ള പരസ്പര ധാരണകൾ അവർക്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇദ്ദേഹം കൊടുത്ത ഔട്ട്ലൈന് കറക്റ്റായിട്ട് അദ്ദേഹം ബിൽഡബ്ല്യൂ സ്വീകരിച്ചോ എന്ന് നമുക്കറിയത്തില്ല. ദ ഓർഡർ ഓഫ് അപ്പിയറൻസ് ഹിയർ ഈസ് എ ബിറ്റ് ഓഫ്, ബട്ട് ഹാങ് ഹാസ് റാദർ ആക്യുറേറ്റ്ലി articulated the contents of each of the published chapters, not just supplied possible chapter headings, which in fact were not supplied. And his outline must have been more than a little helpful when he writing the book began in earnest in late September. അതായത് ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിന് തൊട്ട് മുമ്പായി ഇദ്ദേഹം കൊടുത്തിട്ടുള്ള ഈ ഹെഡിങ്ങുകളും ഈ ചാപ്റ്ററിന്റെ വിവരണങ്ങളും ഒക്കെ നമ്മളെ ഒരു പരിധി വരെ സഹായിച്ചിട്ടുണ്ട്. The outline provides a suggestive template for each new chapters as it was being written, and perhaps most significant, there are no chapters in the big book that are not suggested in Hang outline. അതായത് ബുക്ക് വിവരിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ബുക്കിൽ കഥകൾ എഴുതിയിരിക്കുന്നതും എല്ലാം ഹാങ് പി പറഞ്ഞിട്ടുള്ളതാണ്.
അദ്ദേഹം സജസ്റ്റ് ചെയ്യാത്ത ഒരു കഥയും ബിഗ് ബുക്കിൽ പിന്നീട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പൊ അത് സ്വീകരിക്കപ്പെട്ടു എന്ന് വേണം നമുക്ക് കരുതാൻ. 2 chapters that weren't included. 2 ചാപ്റ്റർ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. There were, however, 2 chapters in Hank's outline that never made their way into the book. The first of this was to be devoted to the potential alcoholic. അതായത് ഒരു മദ്യാസക്തന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു അധ്യായം, വിച്ച് ഹാങ് പി തോട്ട് നെസസറി സോ ദ പൊട്ടൻഷ്യൽ ആൽക്കഹോൾ ആൻഡ് അതേഴ്സ് മേ ഡെഫിനറ്റ്ലി റെക്കഗ്നൈസ് ദ സിംറ്റം ബിഫോർ ഗ്രേറ്റ് കോൺസിക്വൻസ് ഡെവലപ്പ്. അതായത് ചാപ്റ്റർ 25 എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ചാപ്റ്ററും, ദ ഇൻക്ലൂഷൻ ഓഫ് ദ പ്രൈസ് ആൻഡ് അതേഴ്സ് ഈസ് ഇൻട്രസ്റ്റിംഗ് സിൻസ് ഇറ്റ് പെർസ്യൂംസ് പീപ്പിൾ ഹു മൈറ്റ് know a potential alcoholic would first of all having been reading this book and then understood it will well enough to warn him about his ഇൻസിപ്പന്റ് പ്രോബ്ലം. അതായത് ഒരു മദ്യാസക്തന് നേരിട്ട് താൻ ഒരു മദ്യാസക്തനാണെന്ന് തിരിച്ചറിയാൻ പാകത്തിന് ഒരു അധ്യായം ചേർക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. Thereby referring him to the book to gain some insight into how he might avoid the pitfalls of his budding alcoholism. അതായത് വളർന്നു വരുന്ന മദ്യാസക്തിയുടെ കുഴികളിൽ അദ്ദേഹം വീഴാതിരിക്കാൻ, അല്ലെങ്കിൽ മദ്യാസക്തം വീഴാതിരിക്കാൻ സഹായിക്കുന്ന ഒരു അധ്യായമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ആൻഡ് വൈൽ ദ സ്പിരിറ്റ് ഓഫ് ഹെൽപ്ഫുൾനെസ്, അതായത് സഹായ മനസ്കതയുടെ ഒരു സ്പിരിറ്റ് വുഡ് ബി എ ക്ലിയർ മോട്ടിവേറ്റ് ഫോർ ഡെലിവറിങ് സച്ച് എ വാർണിംഗ്. അതായത് ചില വാർണിങ്ങുകൾ കൊടുക്കുക, അതായത് വീണ്ടും സ്ലിപ്പ് ആകാതിരിക്കാൻ, റിലാപ്സ് ആകാതിരിക്കാൻ ചില വാർണിങ്ങുകൾ കൊടുക്കുക. ഇറ്റ് ഈസ് ഈക്വലി ക്ലിയർ ദാറ്റ് ദ ബിഗ് പ്രോബ്ലം വിത്ത് writing such an enlightenment chapter would be the necessity of providing a definite answer to Hank's earlier question, what is an alcoholic? അതായത് വാട്ട് ഈസ് ആൻ ആൽക്കഹോളിക്, ഒരു മദ്യാസക്തൻ ആരാണ് എന്നുള്ള ഹാങ് പിയുടെ ചോദ്യമുണ്ട്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളായിട്ട് വീണ്ടും ഒരു സ്ലിപ്പിലേക്കോ റിലാപ്സിലേക്കോ പോകാത്ത, അല്ലെങ്കിൽ പിറ്റ് ഫോൾസിന് കുഴിയിലേക്ക് വീഴാതിരിക്കാനായിട്ട് അവരെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യായം വേണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടത്. സച്ച് എ ഡെഫിനിഷൻ വുഡ് ബി ദ ഓൺലി വേ ടു ഡിഫറൻഷിയേറ്റ് ദ പൂർ ഔട്ട് ഓഫ് കൺട്രോൾ drinker from his potential alcoholic brother. And we have already seen what an impossible challenge it had been for both Bill and Hank to produce a simple and straightforward answer to that questions. അതായത് ആൽക്കഹോളിക് സഹോദരന്മാർക്ക് നമുക്ക് നേരിട്ട് ഇത്തരം അസാധാരണമായ വെല്ലുവിളികള് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നേരിട്ട് ഒരു ഉദാഹരണ സഹിതം നേരിട്ട് ഉത്തരവും ചോദ്യവും ഉത്തരവും കൊടുക്കാൻ കഴിയണമെന്ന് ബില്ലും ഹാങ്കും വിചാരിച്ചു. ഓൾദോ ദിസ് പ്രൊപ്പോസ്ഡ് ചാപ്റ്റർ വാസ് നെവർ റിട്ടൺ. പക്ഷേ എന്താണ് സംഭവിച്ചത്? അങ്ങനെ ഒരു ചാപ്റ്റർ എഴുതപ്പെട്ടില്ല. ബോത്ത് ദ ഐഡിയ ഓഫ് ആൻഡ് ദ ഫ്രേസ് പൊട്ടൻഷ്യൽ ആൽക്കഹോളിക്, അതായത് പൊട്ടൻഷ്യൽ ആൽക്കഹോളിക് എന്നുള്ള ആ ഒരു ചാപ്റ്ററിന്റെ ഹെഡിങ് മാത്രം ഡു മേക്ക് എ നമ്പർ ഓഫ് അപ്പിയറൻസ് ഇൻ ദ ബിഗ് ബുക്ക്. ദ ബിൽ സ്റ്റോറി, ഐ സ്റ്റഡീഡ് എക്കണോമിക്സ് ആൻഡ് ബിസിനസ് ആസ് വെൽ ആസ് ലോ. പൊട്ടൻഷ്യൽ ആൽക്കഹോൾ ദാറ്റ് ഐ വാസ് ഐ നിയർലി ഫെയിൽഡ് മൈ ലോ കോഴ്സ്. അദ്ദേഹം ഈ പൊട്ടൻഷ്യൽ ആൽക്കഹോളിക് എന്നുള്ള വാക്ക് ബില്ലിന്റെ കഥയിൽ ചേർത്തിട്ടുണ്ട്. അതായത് ഞാൻ ബിസിനസ്സും ധനതത്വശാസ്ത്രവും പഠിച്ചു, പക്ഷേ അതുപോലെ തന്നെ നിയമവും പഠിച്ചു. ഞാനൊരു പൊട്ടൻഷ്യൽ ആൽക്കഹോളിക് ആയതുകൊണ്ട് ഞാൻ ആ ലോ കോഴ്സിൽ ഫെയിൽഡ് മൈ ലോ കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത്. ഇൻ മോർ അബൌട്ട് ആൽക്കഹോൾസ്, അതുപോലെ തന്നെ മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളിലും പൊട്ടൻഷ്യൽ ഫീമെയിൽ ആൽക്കഹോളിക് ഓഫൺ ടേൺ ഇൻ ടു ദി റിയൽ, അങ്ങനെ അതും ആ വാക്കും അവിടെ ഉപയോഗിക്കുന്നുണ്ട്. സി ലാർജ് നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ആൽക്കഹോൾസ് എമോങ് യങ് പീപ്പിൾ എവരിവേർ. അപ്പൊ യുവാക്കളിലും ഇത്തരം ലാർജ് നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ആൽക്കഹോളിക്, ഇപ്പൊ തുടക്കക്കാരായിട്ടുള്ള ആൽക്കഹോളിക്കിന്റെ യങ് ആയിട്ടുള്ള യുവാക്കളായിട്ടുള്ള ആൽക്കഹോളിക്കുകൾ ലോകം മുഴുവനുണ്ട് എന്നും അതിനകത്ത് ചേർക്കുന്നുണ്ട്. ദോ യു മേ ബി ഏബിൾ ടു സ്റ്റോപ്പ് ഫോർ എ കൺസിഡറബിൾ പീരിയഡ്, യു മേ ബി പൊട്ടൻഷ്യൽ ആൽക്കഹോളിക്. അതായത് ഒരു ആൽക്കഹോളിക് അല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ കൂടി നിർത്താൻ സാധിക്കുമെന്നുള്ളൊരു വാക്കും ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് ദ ആക്ച്വൽ ഓർ പൊട്ടൻഷ്യൽ ആൽക്കഹോൾ വിത്ത് ഹാർഡ്ലി എനി എക്സെപ്ഷൻ വിൽ ബി അബ്സല്യൂട്ട്ലി അനേബിൾ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ് ഓൺ ദ ബേസിസ് ഓഫ് സെൽഫ് നോളജ്. അതായത് അവനവന്റെ അറിവ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇച്ഛാശക്തി വെച്ചുകൊണ്ട് ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആൽക്കഹോളിക്കിനെ കൂടി നിർത്താൻ സാധിക്കുകയില്ല എന്നുള്ള വാക്കും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ടു ദി എംപ്ലോയർ, അതായത് തൊഴിലുടമകളോട് എന്നുള്ള സ്ഥാനത്ത് ദാറ്റ് കമ്പനി മേ ഹാർബർ മെനി ആക്ച്വൽ ഓർ പൊട്ടൻഷ്യൽ ആൽക്കഹോളിക്. അപ്പം ആ കമ്പനിയില് കൂടുതൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആൽക്കഹോളിക് ഉണ്ടാകാം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദിസ് സ്പെസിഫിക് റെഫറൻസ്, ദ പോസിബിലിറ്റി ഓഫ് someone being just a potential alcoholic informs much of this discussion on the nature of alcohols in the big book. അതായത് ബിഗ് ബുക്കില്
ഒരു മദ്യാസക്തിയുടെ സ്വഭാവങ്ങളെല്ലാം പറയുന്നുണ്ട്. ഫ്രം ദ മോഡറേറ്റ് ഡ്രിങ്കേഴ്സ്, അതായത് സാധാരണ മറ്റു കുടിക്കുന്നവരിൽ നിന്ന് ഹാർഡ് ഡ്രിങ്കർ, അതായത് വളരെ കഠിനമായിട്ട് കുടിക്കുന്നവരിൽ നിന്ന് പിന്നീട് റിയൽ ആൽക്കഹോളിക് ആയിട്ട് മാറുന്ന ഒരു ഡിസ്റ്റിങ്ഷൻ, ഒരു അതിർ വരമ്പുകൾ ദർ ഈസ് എ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പരിഹാരമുണ്ട് അതിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്. To the four categories of problem drinkers, so extensively outlined in the chapter 2 hours. അപ്പോ ഭാര്യമാരോടെന്നുള്ള അധ്യായത്തില് ആൽക്കഹോളിക്കുകളുടെ ഒരു നിർവചനം, പല വിഭാഗത്തിൽപ്പെട്ട ആൽക്കഹോളിനെ പറ്റി വിവരിക്കുന്നുണ്ട്. Although it did not receive its own chapter, the concept of someone being potential alcoholic to receive a fair amount of treatment and notice throughout the book. ഈ പൊട്ടൻഷ്യൽ ആൽക്കഹോളിക് എന്ന് പറയുന്ന ഒരു പ്രത്യേക ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു അധ്യായം നമുക്ക് ഇല്ലെങ്കിലും ബിഗ് ബുക്കിൽ ഉടനീളം പല ഭാഗത്തായി പൊട്ടൻഷ്യൽ ആൽക്കഹോളിക്കിനെ പറ്റി ബിഗ് ബുക്കിൽ വിവരിക്കുന്നുണ്ട്. അത് ഫെയർ എമൗണ്ട് ആണ്, അത് ധാരാളം സമയം ഉപയോഗിക്കുന്നുണ്ട്, അത് മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഹാങ്സ് remaining such chapter was never written, nor does the topic he intended to cover it receive much direct mention in the big book. It was not to be devoted to an insightful analysis of what had not worked for them in their effort to get people sober, and it was meant to serve a guide for newly recovered alcoholics and those who were involved in the all important job of working with the people who were still drinking. അതായത് ഹാങ്കിന്റെ മറ്റൊരു താല്പര്യം എന്തായിരുന്നെന്ന് വെച്ചാൽ, നമ്മൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആൽക്കഹോളിക്കുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ പരാജയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ അതും കൂടി വിവരിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന ആളുകൾക്ക്, സോബറായിട്ട് വരുന്ന ആളുകൾക്ക് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ സഹായിക്കും. അപ്പം നമുക്കുള്ള പ്രധാനപ്പെട്ട ഈ ജോലിയുടെ ഒരു സജഷൻസ് ആയിട്ട് ഒരു അധ്യായം വിവരിക്കണമെന്നും അദ്ദേഹം വിവരിച്ചു. ചാപ്റ്റർ 23 ആയിട്ട് വി ഷാൽ എംഫസൈസ് ദാറ്റ് വി ഹാവ് നോ ക്യൂർ ഓൾ. അതായത് നമുക്ക് ഒരിക്കലും ഈ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ നമ്മുടെ അസുഖം ക്യൂർ ആകുന്നില്ല. ദ സഫർ മസ്റ്റ് ബി വില്ലിംഗ് ടു റിക്കവർ ആൻഡ് cannot be too much handicapped by other great mental and nervous abnormalities. അപ്പം ഒരു മനുഷ്യൻ അവൻ വില്ലിംഗ് ആവുന്നില്ലെങ്കിൽ, അതായത് സുബോധത്തിലേക്ക് വില്ലിംഗ് ആവുന്നില്ലെങ്കിൽ അത് ഒരിക്കലും, അതായത് അവൻ എങ്ങനെയാണ് വില്ലിംഗ് ആവണേ, അവന് ഹാൻഡിക്യാപ്പ് ആവണം. ഒന്നില്ലെങ്കിൽ മാനസികമായിട്ടും അല്ലെങ്കിൽ ചില അസാധാരണമായിട്ടുള്ള അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളിലൂടെ അവൻ വില്ലിംഗ് ആയാൽ മാത്രമേ നമുക്ക് മോചനത്തിലേക്കുള്ള പാത ഉണ്ടാവുള്ളൂ. അവർ ഫെയിലിയേഴ്സ് വിത്ത് മേ സച്ച് ടൈപ്പ് വിൽ ബി അനലൈസ്ഡ് അറ്റ് ലെങ്ത്. അപ്പൊ നമ്മളുടെ ഇത്തരം പരാജയങ്ങൾ നമ്മളൊരു ലോങ് ഇതിനകത്ത് എഴുതി വെക്കണം. വി ഹാവ് ലേൺഡ് മോർ ഫ്രം അവർ ഫെയിലിയേഴ്സ് ദാൻ അവർ സക്സസ്. അതായത് നമ്മളുടെ വിജയത്തെക്കാൾ ഉപരിയായി നമ്മുടെ പരാജയങ്ങളിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം. ദിസ് ഷുഡ് ബി എ വാല്യുബിൾ ചാപ്റ്റർ ഫോർ ന്യൂ മെൻ ആൻഡ് വുമൺ. അപ്പോൾ പുതിയതായി കടന്നു വരുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത്തരം പരാജയങ്ങളുടെയും വിജയങ്ങളുടെയും കഥയൊക്കെ എഴുതി വെച്ചാൽ അത് അവർക്ക് സഹായമാവും. That they may recognize their handicaps and may readily perceive the difficulties of those they seek to help. അപ്പം ആരാണോ നമ്മളുടെ ഈ സഹായം ആവശ്യപ്പെടുന്നത് അവരുടെ ഇടയിലേക്ക് പ്രവർത്തിക്കാനും ബുദ്ധിമുട്ട് കൂടാതെ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട്, നമ്മുടെ വൈകല്യങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട് നമ്മൾ സഹായിക്കും. ഇൻ ജൂൺ 1938, 1938 ജൂണില് this was seen as an essential chapter for the book, and Hank had convinced Bill it would make as important contribution to this cause of recovery. അപ്പൊ ഹാങ്ക് ബില്ലിനോട് ഈ ചാപ്റ്റർ എഴുതണമെന്നും ബില്ലിനെ കൺവിൻസ് ചെയ്തു. When Wilson wrote to Dr. Bob Smith immediately after his outline was completed, he referred to it favorable as the chapter on failures. അപ്പം ഹാങ്ക് പറഞ്ഞ ഈ ഔട്ട്ലൈൻ കിട്ടിയതിന് ശേഷം ഡോക്ടർ ബോബ് സ്മിത്തിന് ബില്ല് എഴുതുന്ന കത്തില് ഈ ചാപ്റ്ററെ പറ്റി പറയുന്നത് ചാപ്റ്റർ ഓൺ ഫെയിലിയേഴ്സ്, ചാപ്റ്റർ ഓൺ പരാജയത്തിന്റെ കഥ പറയുന്ന ഒരു ചാപ്റ്റർ വേണമെന്ന്. ആൻഡ് ഷോർട്ട്ലി ആഫ്റ്റർ ദാറ്റ് ഇൻ അനദർ ലെറ്റർ, മറ്റൊരു ലെറ്ററിൽ ഹി ഓൾ ബട്ട് quotes Hank's pragmatic criteria for this chapter by saying, I feel that I have always learned more from the failures than from the success. അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് ബില്ല് പറയുന്നത്, ഞാൻ എപ്പോഴും പാഠങ്ങൾ പഠിച്ചത് പരാജയത്തിൽ നിന്നാണ്, വിജയത്തിൽ നിന്നല്ല എന്ന വാക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കണമെന്ന് ബില്ല് പറയുന്നുണ്ട്. ചാപ്റ്റർ കോൾഡ് ഓൺ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ അവർ ഫെയിലിയേഴ്സ്. അപ്പൊ ഒന്നില്ലെങ്കിൽ പരാജയം എന്നോ അല്ലെങ്കിൽ നമ്മുടെ പരാജയം എന്നോ ആ ഹെഡിങ് കൊടുക്കുന്നു. വുഡ് ഹാവ് മെയ്ഡ് ഫോർ കമ്പല്ലിംഗ് റീഡിംഗ് എസ്പെഷ്യലി സിൻസ് ദർ ഹാഡ് ബി സോ മെനി ഓഫ് ദം. അപ്പൊ പരാജയപ്പെട്ടവർ ഒരുപാട് പേരുള്ളത് കൊണ്ട് അവര് തീർച്ചയായും അത് വായിക്കാൻ സാധ്യതയുണ്ട്. ഐഡന്റിഫൈയിങ് വിച്ച് കേസസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് വുഡ് ഹാവ് പ്രസന്റഡ് എ ചലഞ്ച്.
അപ്പൊ വെല്ലുവിളികൾ നിറഞ്ഞ ഈ പ്രവൃത്തികളിൽ പരാജയപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. നോട്ട് ഓൺലി ഇൻ ദ സോർട്ടിംഗ് ഔട്ട് ഓഫ് ദ ഇൻഡിവിജ്വൽ കോസസ് ഓഫ് ഫെയിലിയർ, അതായത് പരാജയത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരിയായി, ബട്ട് ഓൾസോ ഇൻ റിലേഷൻ ഓഫ് ദ പ്രിസർവേഷൻ ഓഫ് ദോസ് ഫോർമർ മെമ്പേഴ്സ് അനോണിമിറ്റി. അപ്പോ എന്തൊക്കെ പറഞ്ഞാലും പരാജയങ്ങൾ പറയുമ്പോൾ അവരുടെ അനോണിമിറ്റി, ആ മെമ്പർ ആരാണേലും അവരുടെ പേര് വെളിപ്പെടുത്താതെ വേണം പറയാൻ. ബിൽ ലേറ്റർ ഗിവ് സം ഐഡിയ ഓഫ് ഹൗ ദിസ് ചാപ്റ്റർ മൈറ്റ് ഹാവ് റീഡ് when he commented to ഡോക്ടർ ബോബ് സ്മിത്ത്. അപ്പൊ ബോബ് സ്മിത്തിന് എഴുതുന്ന കത്തില് ഇങ്ങനെ പറയുന്നുണ്ട്, ദ സ്റ്റോറി ഓഫ് എ ഫെലോ ലൈക്ക് എർണി, ഇങ്ങനെ പറയുന്നുണ്ട്. എർണി എന്ന് പറയുന്ന ഒരു 7 month സ്ലിപ്പർ എന്നാണ് ആ കഥ നമ്മുടെ ആദ്യത്തെ പ്രിന്റിംഗിൽ വന്നിട്ടുണ്ട്. അയാളുടെ കഥയുടെ പോലെയാണ് വരേണ്ടത്. വുഡ് ബി ഒമിറ്റഡ് ഫ്രം ദ സീരീസ് ബട്ട് കുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഷോർട്ടർ നരേറ്റീവ് ഓഫ് പെർഹാപ്സ് കൺസിഡറിംഗ് ഹിസ് വണ്ടർഫുൾ കംബാക്ക് വിത്ത് പവർഫുൾ എഫക്ട് ഇൻ ദ ചാപ്റ്റർ ഓൺ ഫെയിലിയേഴ്സ്. അപ്പം എർണിയെ പോലെയുള്ള ആളുകളുടെ കഥ നമ്മുടെ ബുക്കിൽ പറയുകയും അതൊരു പവർഫുൾ വർക്ക്, ഒരു ശക്തമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ബുക്കിനുണ്ടാകുമെന്നാണ് ബിൽ ഡബ്ല്യു പറയുന്നത്. ഇൻ അഡീഷൻ, ഇത് കൂടാതെ ഹാങ് ഫെൽറ്റ് ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർലൈൻ ദ ഫാക്ട് ദാറ്റ് ദ സക്സസ്ഫുൾ കാൻഡിഡേറ്റ് ഫോർ സോബറേറ്റി കുഡ് നോട്ട് ബി ടു ഹാൻഡിക്യാപ്ഡ് ബൈ അതർ ഗ്രേറ്റ് മെന്റൽ ആൻഡ് നെർവസ് അബ്നോർമാലിറ്റീസ്. അപ്പോൾ നമ്മൾക്ക് വിജയിച്ച ആളുകളുടെ there was a fair amount of talk of this time both New York and Akron about how impossible it was to help others who were burdened with serious emotional problems above and beyond their alcoholism. അതായത് മദ്യാസക്തിയേക്കാൾ ഉപരിയായി മാനസിക പ്രശ്നങ്ങളുള്ളവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ഓർത്ത് ന്യൂയോർക്കിലും അക്രോണിലും ആ കാലത്ത് സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ബോത്ത് ദ ലീഡർഷിപ്പ് ആൻഡ് ദ അതർ മെമ്പേഴ്സ് ഓഫ് എ were constantly trying to distance themselves from the walking wounded they encountered with such regularity in the shelters and missions of the inner cities. അതായത് സിറ്റിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ നഗരത്തിന്റെ ഉള്ളിലെ അവരുടെ ഷെൽട്ടറുകളിലും ദൗത്യങ്ങളുമായിട്ട് അവർ പോകുമ്പോൾ ഇത്തരം ആളുകളെ കണ്ടുപിടിക്കാറുണ്ട്. മദ്യാസക്തി മാത്രമല്ല, അവർക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ അവരിൽ നിന്ന് അകന്നു നിൽക്കാനാണ് ശ്രമിച്ചിട്ടുണ്ടിരുന്നത്. അപ്പൊ അതിനെ പറ്റി എഴുതണമെന്നാണ് ഹാങ് പി പറയുന്നത്. ദിസ് ഡിസ്ക്ലമർ അബൌട്ട് ദ ഇന്നബിലിറ്റി ഓഫ് അൺസ്റ്റേബിൾ പീപ്പിൾ, അതായത് സ്ഥിരതയില്ലാത്ത അല്ലെങ്കിൽ സ്ഥിരബുദ്ധി ഇല്ലാത്ത അല്ലെങ്കിൽ കൃത്യതയില്ലാത്ത വ്യക്തതയില്ലാത്ത ഈ ആളുകളുടെ എങ്ങനെ സുബോധവാന്മാരാക്കണം വുഡ് ബി സ്ലോലി ടെമ്പേർഡ് ഓവർ ദ നെക്സ്റ്റ് സെവറൽ മന്ത്സ് ആൻഡ് ഫൈനലി മോഡിഫൈഡ് ടു ദ പോയിന്റ് ദാറ്റ് ദ paragraph in the 5th chapter in the big book how it works would ended by noting there are those two. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ബിൽ ഡബ്ല്യു ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറയുന്ന ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന അധ്യായത്തില് ഇങ്ങനെ ഒരു വാക്കുകൾ എഴുതിച്ചത്. there are those two who suffer from grave emotional and mental disorders. നമ്മളത് വായിച്ചിട്ടുണ്ട്. അതായത് മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളുള്ളവരുണ്ട്. ബട്ട് മെനി ഓഫ് ദം ഡു റിക്കവർ ഇഫ് ദേ ഹാവ് ദ കപ്പാസിറ്റി ടു ബി ഹോണസ്റ്റ്. സത്യസന്ധരായിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കും സുബോധാവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. ഇമോഷണൽ ആൻഡ് മെന്റൽ ഇഷ്യൂ വുഡ് അൾട്ടിമേറ്റ്ലി ക്രിയേറ്റ് ആൻ അഡിക്ഷൻ ലെയർ ഓഫ് കോംപ്ലിക്കേഷൻ ഫോർ ആക്റ്റീവ് ആൽക്കഹോളിക്സ്. അതായത് മദ്യാസക്തി തന്നെ ഒരു പ്രശ്നമാണ്. മദ്യാസക്തി പ്രശ്നമായിട്ടുള്ള ആളുകൾക്ക് മറ്റൊരു ലെയർ ഈ മാനസികവും ശാരീരികവുമായിട്ടുള്ള മാനസികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് സുബോധാവസ്ഥയിലേക്ക് എത്താനായിട്ടുള്ള ഒരു നിഷേധ മനോഭാവം മറ്റൊരു ലെയറായിട്ട് അവരുടെ ഉള്ളിൽ കിടക്കും. only those who are constantly incapable of being honest with themselves, അതായത് അവർക്ക് എങ്ങനെയാണെങ്കിലും സത്യസന്ധരായിട്ട് ഇരിക്കാൻ കഴിയുമെങ്കിൽ would be left to the suffer from unfortunate fate. പരാജയത്തിൽ നിന്ന് അവർക്ക് അല്ലെങ്കിൽ പരാജയം എന്ന വിധിയുടെ സഹനം സഹിക്കാതെ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് ബിൽ ഡബ്ല്യു അവിടെ ഹൗ ഇറ്റ് വർക്ക്സിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പം ഹാങ് പിക്ക് മാനസികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവര് ഈ മദ്യാസക്തിനെയൊക്കെ കണ്ടുപിടിക്കാൻ പോകുന്നത് സിറ്റിയുടെ നഗരങ്ങളിലെ ഷെൽട്ടറുകളിലും അങ്ങനെയുള്ള മിഷനുകളിലൊക്കെ അവിടെയൊക്കെ ചെന്നിട്ടാണ്. അപ്പൊ അവര് കാണുമ്പോ ഇവര് പിന്തിരിഞ്ഞു പോവുകയാണ്. കാരണം മദ്യാസക്തി മാത്രമല്ല അവർക്ക് പ്രശ്നം, അവരുടെ മാനസികമായിട്ടുള്ള വൈകാരികമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഒരു ചാപ്റ്റർ എഴുതണമെന്ന് ഹാങ് പിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് എഴുതപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് ഈ 2 വാക്കുകൾ അദ്ദേഹം കൃത്യമായി ഇവിടെ എഴുതി ചേർത്തിട്ടുള്ളത്. ബിൽസ് ലെറ്റർ അനൗൺസിംഗ് ദ ബുക്ക് ടു ഡോക്ടർ ബോബ്. അപ്പം അടുത്തത് ബില്ല് പ്രഖ്യാപിക്കുകയാണ് ബുക്കിനെ പറ്റി ഡോക്ടർ ബോബിനോട്. ഓൾമോസ്റ്റ് 5 weeks ആഫ്റ്റർ ഹി ഹാഡ്, ഏകദേശം 5 ആഴ്ചയ്ക്ക് ശേഷം ആഫ്റ്റർ ഹി ഹാഡ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇൻ ഏണസ്റ്റ് ആൻഡ് 1 week ആഫ്റ്റർ ഗോയിങ് പബ്ലിക് ബൈ മെയിലിംഗ് ഔട്ട് 2 chapters to a potential donor, Bill Wilson finally sent a long letter to Dr. Bob Smith announced he had not only launched the book project but that it was already well underway. അതായത് 2 അധ്യായങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം
ബിൽ വിൽസൺ ഒരു ദീർഘമായിട്ടൊരു കത്ത് ഡോക്ടർ ബോബിനോട് പറയാണ്. അതിങ്ങനെ വിവരിച്ചുകൊണ്ടാണ്. അദ്ദേഹം ബുക്കിന്റെ പ്രൊജക്ട് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതുകൂടാതെ ബുക്ക് എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ലെറ്റർ. ഇതൊരു പ്രധാനപ്പെട്ട എഴുത്താണ്. നോട്ട് ഓൺലി ഫോർ എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ എവല്യൂഷൻ ഓഫ് ദ ബിഗ് ബുക്ക്. ബിഗ് ബുക്കിന്റെ പരിണാമത്തെ കുറിച്ചുള്ള മനസ്സിലാക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു അറിവ് ലഭിക്കുന്ന കത്താണിത്. ബട്ട് ഓൾസോ ഫോർ ദ ഇൻസൈറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻ ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദിസ് ടു മെൻ അറ്റ് ദിസ് ടൈം. അതായത് ഡോക്ടർ ബോബും ബിൽ ഡബ്ല്യുവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചും അവര് തമ്മിലുള്ള നല്ല ബന്ധത്തെക്കുറിച്ചും തിരിച്ചറിയുന്നതാണ് ഈ കത്ത്. മോസ്റ്റ് നോട്ടബിൾ ഈസ് ദാറ്റ് fact that Bill had not been in touch with Bob Smith since his last visit to Akron almost 8 weeks earlier. മറ്റൊരു കാര്യം എന്ന് വെച്ചാല് അവരുടെ ലാസ്റ്റ് വിസിറ്റ്, അതായത് ബിഗ് ബുക്കിന്റെ പണശേഖരണാർത്ഥം പല ആശയങ്ങൾ അവിടെ അമേരിക്ക മുഴുവൻ ആശുപത്രി വേണം, പെയ്ഡ് മിഷനറിമാരെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്രോണിൽ ചെന്നതിന് ശേഷം അവിടുത്തെ വോട്ടെടുപ്പ് ബിഗ് ബുക്കിന് മാത്രം വിജയിച്ചു, മറ്റുള്ള കാര്യങ്ങൾ പരാജയപ്പെട്ട ശേഷം തിരിച്ചു വന്നതിന് ശേഷം എഴുതുന്ന കത്തുകൂടിയാണിത്. And amazingly long time to have absolutely no contact between these two groups, especially with such as an important project just getting started. അപ്പൊ അങ്ങനെ കഴിഞ്ഞ മാസങ്ങൾ കുറെ ആയിട്ട് അവർ ആ ഗ്രൂപ്പുമായിട്ട് ബന്ധമില്ലാത്തതിന് ശേഷം എഴുതിയ ഒരു കത്താണ്. ഇറ്റ് ഓൺലി സെർവ്സ് to underline the fact that up to the point the book was a New York project only, and understandable so. The 2 chapters will sent to Bob along with his letter were proof in black and white that the brand of sobriety being practiced in New York City. അതായത് ന്യൂയോർക്ക് സിറ്റിയിൽ അവർ പ്രാക്ടീസ് ചെയ്തിരുന്ന, പരിശീലനം കൊടുത്തിരുന്ന കാര്യങ്ങളാണ് ആ 2 ചാപ്റ്ററിലും കൂടുതലായി ഇൻവോൾവ് ചെയ്തിരുന്നത്. അപ്പൊ ഈ പ്രൊജക്ട് ന്യൂയോർക്കുകാരുടെ മാത്രമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ട് വാസ് ഫാർ ഡിഫറെന്റ് ഫ്രം വാട്ട് വാസ് ഹാപ്പനിങ് ഇൻ അക്രോൺ. അതായത് അക്രോണിൽ നിന്ന് വ്യത്യസ്തമായി, നമുക്കറിയാം അക്രോൺ പൂർണ്ണമായിട്ടും ഓക്സ്ഫോർഡ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ തത്വസംഹിതകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അക്രോൺ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. കുറച്ച് ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ബിബ്ലിക്കൽ അല്ലെങ്കിൽ ബൈബിൾ വായിച്ചുകൊണ്ടും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ. പക്ഷെ ന്യൂയോർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യസ്ത രീതിയിലാണ് അവരത് കൈകാര്യം ചെയ്യുന്നത്. ബിൽ വാസ് ഫുള്ളി അവെയർ ഓഫ് ഹൗ സ്റ്റാർ this difference must appear, and the letter reflects his best effort to sell what he had already written to Dr. Bob and to other Ohio members of the group newly named Alcoholics Anonymous. അതായത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന തന്റെ ഈ ബുക്ക് എങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് ഡോക്ടർ ബോബിനെയും ഒഹായോയിലെ മറ്റ് അംഗങ്ങളെയും ബോധിപ്പിക്കുന്ന തരത്തിൽ വളരെ കൃത്യമായി വ്യക്തമായും അവരുടെ നമ്മുടെ പ്രയത്നങ്ങളെ കുറിച്ച് കാഴ്ചപ്പാടുകളെ കുറിച്ച് വ്യക്തമാക്കുന്നതായിരുന്നു കഥ. ബിൽ begins a bit sheepishly by explaining why he was launched this project in spite of the strident opposition the Akron group had expressed to him just 2 months earlier. 2 മാസങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് ഒരു എതിർപ്പ് ഉണ്ടാകുന്നുണ്ട് അക്രോൺ ഗ്രൂപ്പിൽ നിന്ന് ബുക്ക് എഴുതുന്നതിനെ കുറിച്ച്. ഡിയർ ബോബ്, അപ്പൊ അതിന് ശേഷം എഴുതുന്ന കഥയാണ് ഡിയർ ബോബ്, ഇങ്ങനെയാണ് പറയുന്നത്. ഐ ഹാവ് ബീൻ മോസ്റ്റ് റിമിസ് ബട്ട് ദെയർ ഹാസ് ബീൻ റീസൺസ്. ഞാൻ ശരിക്കും നിന്നെ മിസ്സായുന്നുണ്ട്, പക്ഷെ അതിനൊരു കാരണമുണ്ട്. ആഫ്റ്റർ ഗെറ്റിംഗ് ഹോം ഫ്രം അക്രോൺ, ഞാൻ അക്രോണിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഐ ഹാഡ് അബൌട്ട് കൺക്ലൂഡഡ് ടു ലെറ്റ് ദ ബുക്ക് ഐഡിയ ലൈ ക്വൈറ്റ് വൈൽ പീപ്പിൾ തോട്ട് ഇറ്റ് ഓവർ. അപ്പോൾ ആളുകളുടെ ബുക്കിനെ കുറിച്ചുള്ള ആശയത്തിനെ കുറിച്ച് ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചിന്തകൾ പങ്കുവെക്കേണ്ടതുണ്ടായിരുന്നു. ഐ ഫൗണ്ട് however that a lot of people including Frank Amos had got quite affair. അപ്പൊ ഫ്രാങ്ക് ആമോസ് എന്ന് പറയുന്ന നമ്മുടെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ ആളുകൾ ഉൾപ്പെടെ പല ആളുകളും അതിന് സഹായിച്ചു. ഫ്രാങ്ക് തോട്ട് സംതിങ് ought to be started right away. ഫ്രാങ്ക് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഉടനെ തന്നെ ചെയ്യണം. I told him that you people had only just begun to consider the matter and pointed out the length of the dangers and the difficulties of such a venture, particularly our fear of undeservedly publicity. അതായത് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ അതായത് അക്രോണിലെ ആളുകൾ പറയുന്നത് പോലെ ഇതൊരു അപകടാവസ്ഥയിലേക്കും ബുദ്ധിമുട്ടിലേക്കും ഈ പദ്ധതി എത്തിക്കും. പ്രത്യേകിച്ച് പർട്ടിക്കുലർലി അവർ ഫിയർ ഓഫ് അൺഡിസൈറബിൾ പബ്ലിസിറ്റി, അതായത് ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫെലോഷിപ്പിനെ കുറിച്ചോ വ്യാപകമായിട്ടുള്ള പബ്ലിസിറ്റി കിട്ടുമ്പോൾ ധാരാളം ആളുകൾ നമ്മളിലേക്ക് ഇറങ്ങി വരും. അതായത് കൺസിഡറിങ് ദ റേറ്റ് ഓഫ് അറ്റ് വിച്ച് വി ഗ്രോ, അതായത് നമ്മൾ വളരുമ്പോൾ ഒരുപാട് ആളുകൾ വരും. ആൻഡ് അതർ ഇൻക്ലൂഡിങ് മൈസെൽഫ് ബിഗാൻ ടു തിങ്ക് ദാറ്റ് പബ്ലിസിറ്റി വുഡ് കം എനിഹൗ.
അപ്പൊ അപ്പൊ അങ്ങ് ആക്രമണക്കാരെ എടുത്തിരിക്കാനുള്ള കാരണം ഇങ്ങനെ വ്യാപകമായിട്ട് അമേരിക്കയിൽ മുഴുവൻ ഈ ബുക്ക് ഇറക്കി എല്ലാവരും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ മറ്റ് ഗ്രൂപ്പുകളിൽ അവരെ സഹായിക്കാൻ കഴിയാതെ നമ്മൾ നിഷ്പ്രഭരായി പോകുമെന്നുള്ള അർത്ഥത്തിലാണ് അവരെ എതിർക്കാൻ കാരണം. പക്ഷേ ബിൽ ഡബ്ല്യു പറയുന്നത് എങ്ങനെയായാലും നമുക്ക് പബ്ലിസിറ്റി കിട്ടും. വൈ ദെൻ നോട്ട് അവർ ഓൺ അനോണിമസ് വ്യൂ ഓഫ് അവർ സെൽസ് ദിസ് പ്രിക്ലൂഡിംഗ് ദ പോസിബിലിറ്റി ദാറ്റ് സമ്മൺ എൽസ് ഗ്രാബിൾഡ് ദ സിറ്റുവേഷൻ ബിഫോർ വി ഹാഡ് എ ചാൻസ് ടു സേ എനിത്തിങ്. അതായത് നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മുടെ അനോണിമിറ്റി എന്ന് പറയുന്ന തത്വം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ കാഴ്ചപ്പാട് ഉപയോഗിച്ചുകൊണ്ട് ആ സാധ്യത നമുക്ക് ആ സാഹചര്യത്തിലെ ഒരാൾ വരുമ്പോ അദ്ദേഹത്തിന്റെ ആ സാഹചര്യം അനോണിമിറ്റി ആയിട്ട് അനോണിമസ് ആയിട്ട് ഉപയോഗിച്ചോട്ടെ വി ഹാഡ് എ ചാൻസ് ടു സേ എനിത്തിങ്. അതായത് അദ്ദേഹത്തിന് ഒരംഗം വരുമ്പോ അദ്ദേഹത്തിന് ഈ സുബോധാവസ്ഥയുടെ ഈ ഈ മാർഗം ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ അനോണിമിറ്റി എന്ന് പറയുന്ന നമ്മുടെ തത്വം ഉപയോഗിച്ചുകൊണ്ട് കാഴ്ചപ്പാട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ? Thus we came to the conclusion that in tentative way a beginning should be made. അതായത് നമ്മൾക്ക് എങ്ങനെയായാലും ഒരു തുടക്കം വെക്കണം. In this fashion, having some definite proposals laid out and some printing done, we should have a concrete base of discussion. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഇതുപോലെയുള്ള ബുക്ക് ഇറക്കിയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാം. Will was willing to admit his own part in the decision of launching his book project. അപ്പോ ഇവിടെ വെച്ച് ബില്ല് അവന്റെ പാർട്ട് ബുക്ക് ഇറക്കുന്നതിനെ കുറിച്ചുള്ള അവന്റെ പാർട്ട് വിവരിക്കുകയാണ്. ബട്ട് while doing so he artfully sidesteps much of the responsibility by placing it squarely in the lap of John D. Rockefeller Jr.'s associate Frank Amos. അതായത് ഈ സമയത്ത് വളരെ സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയറിന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ഫ്രാങ്ക് ആമോസിന്റെ മടിയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ദ ക്ലിയർ ഇംപ്ലിക്കേഷൻ ഈസ് ദാറ്റ് ആമോസ് ഒപ്പീനിയൻ ക്യാരിഡ് മോർ ദാൻ ഇനഫ് വേ ടു ഓവർറൈഡ് ദ ഒഹായോ ഒബ്ജക്ഷൻ ആൻഡ് എഫക്റ്റീവ്ലി ഡിസൈഡ് ദ ഇഷ്യൂ. അതായത് ഫ്രാങ്ക് ആമോസിന്റെ ഈ പറയുന്ന വളരെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം നമ്മുടെ അക്രോണിലെ അംഗങ്ങൾ മുഖവിലക്കെടുക്കുകയും അവര് ആ പറയുന്ന കാര്യത്തിന് ഒരു ഒബ്ജക്ഷൻ അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുമെന്നുള്ള അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ എഫക്റ്റീവായിട്ട് ഈ കാര്യം ഇറക്കുന്നതിന് അവരെ എതിർക്കാതിരിക്കുകയും ചെയ്യുമെന്ന് ബിൽ ഡബ്ല്യുവിന് അറിയാം. അതുകൊണ്ടാണ് ഫ്രാങ്ക് ആമോസിന്റെ മടിയിലേക്ക് അദ്ദേഹം സൈഡ് സ്റ്റെപ്പ് ചെയ്ത് ഇതെല്ലാം ഇട്ടുകൊടുക്കുന്നത്. ബിൽ നോട്ട് ഓൺലി അഗ്രീഡ് വിത്ത് ഫ്രാങ്കുമായിട്ട് അദ്ദേഹം സമ്മതിക്കുക മാത്രമല്ല, ഹി ഓൾസോ ആർഗ്യൂഡ് ദാറ്റ് ദെയർ recent phenomenon growth had made it absolutely essential that they write down their own anonymous view of themselves and of their program of recovery. അപ്പൊ ഫ്രാങ്കിനോട് അദ്ദേഹം ഈ പറയുന്ന സങ്കീർണമായ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അതായത് സങ്കീർണമായിട്ടുള്ള ഒരു വളർച്ച, വളരെ കൂടുതലായിട്ടൊരു വളർച്ച നമുക്ക് വരും. അപ്പോൾ നമ്മള് അനോണിമസ് വ്യൂ ഓഫ് ദംസെൽസ്, നമ്മളുടെ ഒരു അനോണിമസ് വ്യൂ കാഴ്ചപ്പാടോടുകൂടി മറ്റൊരാളും അറിയപ്പെടാതിരിക്കാനുള്ള നമ്മുടെ ഈ പ്രോഗ്രാം കൃത്യമായിട്ട് ആരാണോ ആൽക്കഹോളിക് അവരുടെ ഇടയിലേക്ക് എത്താനായിട്ട് നമുക്ക് ശ്രമിക്കണം. only by making such a primitive strike could they prevent some outsider from writing about them first, someone who would surely get the message all wrong and end up painting an unfavorable picture of them. അപ്പോ അദ്ദേഹം എന്താണ് ചെയ്തത്? സം ഔട്ട്സൈഡേഴ്സ്, അത് പുറമേ ഉള്ള പല ആളുകളും നമ്മൾ എഴുതുക, someone who would surely get the message all wrong and end up painting an unfavorable picture of them. അതായത് നമ്മളെ കുറിച്ച് ആവശ്യമില്ലാത്ത ഒരു ചിത്രീകരണം പുറമേ നിന്ന് വരുന്നതിന് മുമ്പായി പുറമേയുള്ള ആളുകൾ നമ്മളെ കുറിച്ച് എഴുതട്ടെ. സറൗണ്ടിങ് ടു ആമോസ് പ്രഷർ ആൻഡ് ബിലീവ് ഇറ്റ് വാസ് അസെൻഷ്യൽ ദാറ്റ് they get into print sooner than the later. Bill had made a tentative attempt at the book. അതായത് ആമോസിന് കൃത്യമായിട്ട് മനസ്സിലായി ഉടൻ തന്നെ ബുക്ക് ഇറങ്ങും, ഉടനെ അല്ലെങ്കിൽ വളരെ വൈകാതെ തന്നെ ബുക്ക് ഇറങ്ങും. ബിൽ ഹാഡ് മേഡ് എ ടെന്റേറ്റീവ് അറ്റംപ്റ്റ് ദ ബുക്ക്. കാരണം ബില്ല് വളരെ ഊർജ്ജസ്വലനായി ബുക്കിലേക്ക് തിരികുകയാണ്. വൺ വിച്ച് കുഡ് നൗ സെർവ് ആസ് ദ ബേസിസ് ഓഫ് ആൻ ഓൺഗോയിങ് ഡിസ്കഷൻ. അപ്പം ഇത്തരം ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അബൌട്ട് ഹൗ ദ റെസ്റ്റ് ഓഫ് ദ ബുക്ക് ഷുഡ് ബി പുട്ട് ടുഗദർ, ഇതിനിടയിൽ തന്നെ എങ്ങനെയായിരിക്കണം ബുക്ക് ഇറങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈ ബുക്കിന്റെ കൃത്യമായിട്ടുള്ള എഴുത്തിലൂടെ അവർ കടന്നു പോവുകയാണ്.
വാട്ട് ഈസ് നോട്ട് സെഡ് ഹിയർ, എന്താണ് ഇവിടെ പറയാതിരുന്നത്, അറ്റ്ലീസ്റ്റ് നോട്ട് ഡയറക്ട്ലി നേരിട്ട് പറയാനുള്ളത്, ഈസ് ദാറ്റ് ന്യൂയോർക്ക് ഗ്രൂപ്പ് ഇൻ എ സ്റ്റണ്ണിങ് ഡിസ്ഗ്രേഡ് ഫോർ കളക്റ്റീവ് ഡിസിഷൻസ് മേക്കിംഗ്. അതായത് ഇവിടെ നമ്മൾ നേരിട്ട് പറയാതിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ന്യൂയോർക്ക് ഗ്രൂപ്പുകാര് ഒരു കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്, ഒരു കൂട്ടായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഹാഡ് unilaterally voted all of Akron's objections and began to write the book on their own and without any further consultation with the Ohio members. അതായത് ഒഹായോ മെമ്പേഴ്സുമായിട്ട് കൂടുതൽ ചർച്ചകൾക്കോ അല്ലെങ്കിൽ വാഗ്വാദങ്ങൾക്കോ ഇടപെടുത്താതെ തന്നെ ന്യൂയോർക്കിലെ അംഗങ്ങൾ അവരുടേതായ രീതിയിൽ ബുക്ക് എഴുതാനായിട്ട് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. The letter continues with the details of the progress they had already made with the project. അപ്പൊ ഈ ലെറ്ററിൽ ഇദ്ദേഹം കൃത്യമായിട്ട് ഈ പ്രൊജക്ട് എങ്ങനെയാണ് തുടങ്ങിയെന്നും അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഒക്കെ പറയുന്നുണ്ട്. ഐ ഹാവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ബോക്സ് ഹിയർ ഡിക്റ്റേറ്റഡ് ആൻഡ് മെമ്മോഗ്രാഫ്ഡ് 2 chapters ഓഫ് ദ പ്രൊപ്പോസ്ഡ് ബുക്ക്, വൺ ഇൻ ദ നേച്ചർ ഓഫ് ആൻ ഇൻട്രഡക്ഷൻ ആൻഡ് ദ സെക്കൻഡ് മൈ ഓൺ സ്റ്റോറി. അതായത് ബിൽഡബ്ല്യൂ എഴുതുവാണ് കത്തില്, ഒന്ന് എന്റെ കഥയാണ്, മറ്റൊന്ന് നമ്മുടെ നേച്ചർ ഓഫ് ആൻ ഇൻട്രഡക്ഷൻ. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷൻ, ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുകയാണ്. ഞാനും എൻ്റെ ഇവിടെയുള്ള ആളുകളും ഓൾറെഡി ഇത് മെമ്മോഗ്രാഫ്ഡ്, ഓൾറെഡി അത് ടൈപ്പ് ചെയ്ത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ദിസ് ഐ എൻക്ലോസ് ടു യു ടുഗദർ വിത്ത് എ റഫ് ഔട്ട്ലൈൻ ഓഫ് ദ കണ്ടന്റ് ഓഫ് ദ അതർ ചാപ്റ്റേഴ്സ്. അപ്പോൾ ഈ 2 ചാപ്റ്റർ എഴുതി കഴിഞ്ഞ 2 ചാപ്റ്റർ ഞാൻ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇനി എഴുതാൻ പോകുന്ന ചാപ്റ്ററുകളുടെ ഒരു റഫ് ഔട്ട്ലൈൻ, ഒരു പ്രത്യേക റഫ് ഔട്ട്ലൈനും വെക്കുന്നുണ്ട്. ഐ ഇമാജിൻ യു കുഡ് യൂസ് ദിസ് മെറ്റീരിയൽ ആസ് എ സോർട്ട് ഓഫ് ട്രയൽ ബലൂൺ ആൻഡ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ ഡിസ്കഷൻ വാട്ട് യു ഫോക്സ് ഓഫ് ദർ ബിലീവ് ദ ബുക്ക് ഔട്ട് ടു കണ്ടെയ്ൻ. ഇപ്പൊ അദ്ദേഹം പറയുന്നത്, ബിൽഡബ്ല്യൂ ഡോക്ടർ ബോബനോട് പറയുന്നത്, ഞാൻ അയച്ച ഈ മെറ്റീരിയല് നിങ്ങൾക്ക് ഒരു ട്രയൽ ബലൂൺ ആയിട്ട് അവിടെ ഉപയോഗിക്കാം. നിങ്ങളുടെ അവിടുത്തെ ആളുകൾ, അതായത് അക്രോണിലെ ആളുകളെ ഈ പോയിന്റിനെ എങ്ങനെ കാണുന്നു, ഈ ബുക്കിനെ കുറിച്ച് എങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാകേണ്ടതെന്ന് നിങ്ങൾ വിചാരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ പറയുക. വിൽസൺ വാസ് കോൺഫിഡൻസ്. ബിൽ വിൽസൺ അപ്പോഴും ആത്മവിശ്വാസത്തിന് ഉടമയാണ്. or at least he was trying to sound a confident as possible. അപ്പോ ഇവിടെ ഈ ലെറ്ററിൽ വായിക്കുമ്പോൾ ബിൽ വിൽസൺ കൂടുതൽ ആത്മവിശ്വാസത്തിൽ, ബുക്ക് എഴുതുന്നതിനേക്കുള്ള കൂടുതൽ ആത്മവിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യും. ദാറ്റ് ദ റിയാലിറ്റി ഓഫ് ദിസ് 2 finished chapters along with an outline of the entire book. അതായത് 2 അധ്യായങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു, മറ്റ് അധ്യായങ്ങളെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു. വുഡ് ചേഞ്ച് ദ നെഗറ്റീവ് ഒപ്പീനിയൻ ഓഫ് ഹാർഡ് എൻകൗണ്ടർ ഇൻ അക്രോൺ. ഇത് അക്രോണിലുള്ള അംഗങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള, ഇതിനെ എതിർത്തുകൊണ്ടുള്ള അഭിപ്രായങ്ങൾക്ക് ഒരു വിരാമമിടും. several weeks earlier and allow the Ohio group to begin a positive discussion. അതായത് ആഴ്ചകൾക്ക് മുമ്പ് തന്നോട് എതിർത്തിരുന്ന അക്രോണിലെ അംഗങ്ങൾ ഇതിനെക്കുറിച്ച് പോസിറ്റീവായി ചർച്ച ചെയ്യുകയും ഓരോ ചാപ്റ്ററിന്റെയും മൂല്യം അല്ലെങ്കിൽ മെറിറ്റ്സ്, വിശേഷാവസ്ഥ അത് വിവരിക്കുകയും rather than continuing to protect the fact that the book was being written in the first place. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ബുക്ക് പ്രിന്റ് ചെയ്യുന്നതിനുള്ള ആവശ്യത്തിലേക്കായിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് അവര് വരും എന്നാണ് ബിൽഡബ്ല്യൂ ചിന്തിക്കുന്നത്. ഓൾദോ ഐ ഹാവ് മേഡ് ദ ബിഗിനിങ്, ഞാൻ തുടക്കം വെച്ചിരിക്കുന്നു. ഐ ഫീൽ ദാറ്റ് ദ കംപ്ലീറ്റഡ് ബുക്ക് ഷുഡ് റെപ്രസെന്റ് ദ വർക്ക് ഓഫ് മെനി പീപ്പിൾ. അപ്പോൾ ഈ ബുക്കിന്റെ പ്രസിദ്ധീകരണം അനേകം ആളുകളുടെ പ്രയത്നത്തിന്റെ ഫലമായാണ്. പർട്ടിക്കുലർലി ദ ഇൻഡിവിജ്വൽ സ്റ്റോറീസ്, പ്രത്യേകിച്ച് വ്യക്തിപരമായ കഥകൾ, വിച്ച് ഐ തിങ്ക് ഷുഡ് ബി ആസ് ലിറ്റിൽ എഡിറ്റഡ് ആസ് പോസിബിൾ. അപ്പോൾ വളരെ ലിറ്റിൽ എഡിറ്റഡ് ആണ്. അതായത് ആളുകളുടെ കഥകൾ തങ്ങൾക്ക്, ബിൽഡബ്ല്യൂ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ബിൽഡബ്ല്യൂയും ഹാങ്പിയും ഈ ഇത്രയും വിഷമസന്ധിയിലായി പലരും എഴുതി അയച്ച കഥകൾ വായിച്ച് നിലത്ത് കിടന്ന് കരഞ്ഞു എന്നാണ് പറയുക. അപ്പം അത്രയും ദുരിതം അനുഭവിച്ച, വളരെ പ്രയാസപ്പെട്ട ആളുകളുടെ കഥകള് ഞാൻ വളരെ ചെറുതായിട്ട് മാത്രമേ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ടാവും. അതുകൊണ്ടാണ് ലിറ്റിൽ എഡിറ്റഡ് ആസ് പോസിബിൾ, സാധ്യമായ രീതിയിൽ ചെറിയ എഡിറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് ബിൽഡബ്ല്യൂയോട് പറയുകയാണ്. ദേ വിൽ നാച്ചുറലി ബി ദ ഹാർട്ട് ഓഫ് ദ ബുക്ക്. അത് നമ്മുടെ ബുക്കിന്റെ ഹൃദയമായി മാറും. ആൻഡ് മസ്റ്റ് റെപ്രസെന്റ് ദ ഫീലിംഗ്, അത് വികാരങ്ങളെ റെപ്രസെന്റ് ചെയ്യും. എക്സ്പീരിയൻസസ്, മദ്യാസക്തിയുടെ അനുഭവങ്ങൾ വിവരിക്കും. ആൻഡ് പേഴ്സണാലിറ്റീസ് ഓഫ് ദോസ് ഹൂ റൈറ്റ് ദം, ഓരോ വ്യക്തികളുടെയും പേഴ്സണാലിറ്റീസ്. നമുക്കറിയാം, പലരും ഡോക്ടർമാരായിരുന്നവരുണ്ട്, വക്കീലന്മാരായിരുന്നവരുണ്ട്, സമൂഹത്തിലെ ഉന്നത രീതിയിൽ ജീവിച്ചിരുന്നവർ.
മദ്യാസക്തി എന്ന പ്രശ്നത്തിന് അടിമകളായി അവസാനം ഏറ്റവും താഴത്തേക്ക് പോയതിന്റെ കഥയാണ് അവ പറയാം. അപ്പൊ ചില പത്രങ്ങളിൽ എഡിറ്റേഴ്സ് ഉണ്ട്. കഥയിൽ 42 കഥകൾ, ഒരുപാട് പേരുടെ കഥകൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം കഥയിൽ പറയുന്നത്. ഓൾദോ ഐ ഹാവ് റൈറ്റ് ദം. അപ്പൊ ആ കഥകൾ പറയുമ്പോൾ ഞാനത് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ബിൽസ് ഡിസോവൽ ഓഫ് പ്രൈമറി ഓതർഷിപ്പ് ഹിയർ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രൊപ്പോസഡ് സെൻട്രാലിറ്റി ഓഫ് ദ പേഴ്സണൽ സ്റ്റോറീസ് വിച്ച്. അപ്പം ഇതിന്റെ ബില്ലിന്റെ ഈ ഇത്തരം വാക്കുകൾ പ്രതിഫലിപ്പിക്കുന്നത് ബിഗ് ബുക്കിന്റെ ഒരു സെൻട്രാലിറ്റി, അല്ലെങ്കിൽ ഒരു കേന്ദ്രീകരണം പേഴ്സണൽ സ്റ്റോറിയിലേക്ക് കൊടുക്കുക. അക്കോർഡിംഗ് ടു ദ ഔട്ട്ലൈൻ വേർ ടു ബി പ്രൊമിനന്റ് പൊസിഷൻ ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ ബുക്ക്. അപ്പോ അതായത് ബുക്കിന്റെ ആദ്യ ഫ്രണ്ട് ഓഫ് ദ ബുക്ക് ആൻഡ് വേർ പ്രൊജക്റ്റഡ് ടു ടേക്ക് അപ്പ് മോർ ദാൻ 60% ഓഫ് ദ എൻറ്റയർ ടെക്സ്റ്റ്. അതായത് 60% ബുക്കിന്റെ 60% വ്യക്തിഗതകൾക്ക് കൊടുത്തുകൊണ്ട് സ്വയം കേന്ദ്രീകരണത്തിൽ നിന്ന് മാറി നിൽക്കുക. Who would be responsible for writing the remaining 10 chapters called for the Kang's outline is a question he never addresses. അപ്പം ബിൽ വിൽസൺ ഹാങ്ബി കൊടുത്ത മറ്റ് ഔട്ട്ലൈനുകൾ ഇതിനകത്ത് വ്യക്തമാക്കുന്നില്ല, ഈ കത്തിൽ വ്യക്തമാക്കുന്നില്ല. റിഗാർഡിംഗ് ദോസ് പേഴ്സണൽ സ്റ്റോറീസ്, ഇത്തരം വ്യക്തിപരമായ കഥകൾ, വിൽ നൗ ട്രൈ ടു ഫർദർ assuage some of Akron's suspected hostility by offering the writing of one of the stories Dr. Bob's wife Ann Smith. അപ്പൊ ഡോക്ടർ ബോബിന്റെ വൈഫിനോട്, ആൻ സ്മിത്തിനോട് അദ്ദേഹം ഒരു കഥ എഴുതാൻ പറഞ്ഞു. ആസ് യു വിൽ നോട്ട് the chapter outline calls for 9 stories of a chapter each about the same length as my own. അപ്പം ഓരോ കഥകൾക്കും തന്റെ അത്തരം കഥകളുടെ അത്ര നീളം ഉണ്ടാവണം. മൈ ഫീലിംഗ്സ് is that Anne should do the one portraying the wife of an alcoholic. അപ്പൊ ആനിയോട് പറയണം, ഒരു മദ്യാസക്തന്റെ ഭാര്യ എന്ന രീതിയിലുള്ള ഒരു ചിത്രീകരണം അവൾ നടത്തണം. വി ഹാവ് ഹിയർ ഇൻ ന്യൂയോർക്ക് എ വെരി സ്ട്രൈക്കിംഗ് സ്റ്റോറി ഇൻ ദ പേഴ്സൺ ഓഫ് ഫ്ലോറൻസ് റാങ്കിൻ, ഹു ഈസ് എൻ ആൽക്കഹോളിക് ആൻഡ് ഓൾസോ ദ വൈഫ് ഓഫ് ആൻ ആൽക്കഹോളിക്. ഞങ്ങൾക്ക് ഇവിടെ ന്യൂയോർക്കിലെ ഫ്ലോറൻസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവളുടെ കഥയും, അവൾ ആൽക്കഹോളിക് എന്ന രീതിയിലുള്ള കഥയും, അവളുടെ ആൽക്കഹോളിക് വൈഫ് എന്ന രീതിയിലുള്ള കഥയും അവൾ എഴുതും. ഷി ഹാസ് ബീൻ ഓൾറൈറ്റ് ഫോർ അബൌട്ട് 9 months ആൻഡ് ഹാസ് വെരി അൺയൂഷ്വൽ ആൻഡ് പവർഫുൾ വിറ്റ്നസ്. ഇപ്പോൾ അവൾ 9 മാസമായി കുടിക്കുന്നില്ല. അവൾ വളരെ നല്ലൊരു ശക്തിയായിട്ടുള്ള, അസാധാരണമായിട്ടുള്ള പവറുള്ള ശക്തിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഇറ്റ് മേ ബി ദാറ്റ് ലൈക്ക് ആനി ഷീ വുഡ് ഹാവ് എ ചാപ്റ്റർ ഫോർ ഹിംസെൽഫ്. അതുകൊണ്ട് ആനിയും ഒരു കത്ത് എഴുതണം, ഒരു ഇത് ചാപ്റ്റർ എഴുതണമെന്ന് അദ്ദേഹം പറയുന്നു. ദിസ് ഈസ് ബിൽ വിൽസൺ അറ്റ് ഹിസ് പൊളിറ്റിക്കൽ ബെസ്റ്റ്. ഇവിടെ ബിൽ വിൽസൺ ഒരു പൊളിറ്റിക്കൽ ബെസ്റ്റ് ആയിട്ട് ചെയ്തു എന്നാണ്. ഹി ഈസ് വെൽ അവെയർ ഓഫ് ദ ഒപ്പോസിഷൻ to this project in Akron and he is sensitive to the resentments his proposal will generate. അതായത് അക്രോണിൽ ഈ പ്രൊജക്ടിനെ കുറിച്ച് നല്ല എതിർപ്പുണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ആൻഡ് ഹി ഈസ് സെൻസിറ്റീവ്, വളരെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഭയങ്കര പ്രയാസപ്പെട്ടിരിക്കുന്ന സമയമാണ്. റിസെന്റ്മെന്റ് ഹിസ് പ്രൊപ്പോസൽ വിൽ ജനറേറ്റ്. അതായത് തന്റെ ഈ പ്രൊജക്ടിനെ കുറിച്ച് എതിർത്ത് കൂടുതൽ ആളുകൾ ഒരു പക്ഷേ അക്രോണിൽ വരാൻ സാധ്യതയുണ്ട്, ഈ കത്ത് അവിടെ കിട്ടിക്കഴിയുമെന്ന് കൃത്യമായിട്ട് അറിയാം. വാട്ട് എ ബെറ്റർ വേ ടു ഡിഫ്യൂസ് ദാറ്റ് അനോണിമിസിറ്റി ദാൻ ബൈ മേക്കിംഗ് ആൻ ഓഫർ ടു ദ ബിലോവ്ഡ് മദർ ഓഫ് ഒഹായോ എ. അതായത് ഇവിടെ അദ്ദേഹം ഒരു ഈ എതിർപ്പുകളെ മാറ്റി നിർത്താനായി വലിയൊരു ആശയം അവിടെ കൊണ്ടുവരികയാണ് ചെയ്തത്. അതായത് ബിലോവ്ഡ് മദർ ഓഫ് ഒഹായോ എ. അപ്പൊ എയിലെ ഒരു അമ്മയാണ് ആനി. അപ്പൊ ആനിയെ കൊണ്ട് ഒരു കത്തെഴുതുക, അപ്പൊ കത്തെഴുതുക എന്നുള്ള, ആൻ സ്മിത്ത് എന്ന് പറഞ്ഞ ഡോക്ടർ ബോബിന്റെ ഭാര്യയെ കൊണ്ടൊരു ചാപ്റ്റർ എഴുതിക്കുക. ആസ്കിങ് ഹർ ടു റൈറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനന്റ് സ്റ്റോറി ഇൻ ദ പ്രൊപ്പോസ്ഡ് ബുക്ക്. അതായത് അവളെ കൊണ്ട് ഈ ബുക്കിൽ ഒരു നല്ലൊരു കഥ എഴുതിപ്പിക്കുക. ദ വൺ ടെല്ലിംഗ് ദ സ്റ്റോറി ഓഫ് റിക്കവറി ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ആൻ ആൽക്കഹോളിക് വൈഫ്. അതായത് ഒരു മദ്യാസക്തന്റെ ഭാര്യ എന്ന രീതിയിൽ അവരുടെ ആ കാഴ്ചപ്പാടിലൂടെ ഒരു കഥ എഴുതണം. Wilson seems confident this would provide a significant Akron counterbalance of what could only be preserved by predominantly East Coast enterprises. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ആത്മവിശ്വാസം അക്രോണിലെ ആളുകളിലേക്ക് ഈ പറയുന്ന ഈസ്റ്റ് കോസ്റ്റ് എന്റർപ്രൈസസ്, ദ ഇൻക്ലൂഷൻ ഓഫ്
ആൻ സ്മിത്ത് പേഴ്സണൽ സ്റ്റോറി വുഡ് humbly demonstrate this wasn't just a ന്യൂയോർക്ക് പ്രൊജക്ട്. അതായത് ആൻ സ്മിത്തിനെ കുറിച്ച് അങ്ങനെ ഒരു കഥ എഴുതുകയും അത് സ്വീകരിക്കുകയും ചെയ്താൽ ഈ പ്രൊജക്ട് ന്യൂയോർക്കുകാരുടെ മാത്രം പ്രൊജക്റ്റായി മാറ്റി എന്ന് പറയുകയില്ല. ആൻഡ് വിൽ ഈവൻ സ്വീറ്റ്നെസ് ഓഫ് ഹിസ് ഓഫർ, അദ്ദേഹത്തിന്റെ മധുരകരമായിട്ടുള്ള ഈ ഓഫർ അല്ലെങ്കിൽ ഈ വാഗ്ദാനം, ബൈ പ്രൊമോട്ടിംഗ് ദാറ്റ് ആൻ നീഡ് ടു നോട്ട് ടു ഫിയർ ബീയിങ് ദ ഓൺലി വുമൺ റൈറ്റിംഗ് ഹെർ സ്റ്റോറി ഫോർ ദ ബുക്ക്. അതായത് ഫ്ലോറൻസ് റാങ്കിൻ എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയും കഥ എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞത് ആനിന് ഇനിയിപ്പോ എന്തെങ്കിലും കഥ എഴുതാനുള്ള ഭയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഫ്ലോറൻസ് റാങ്കിൻ വുഡ് ഓൾസോ ഹാവ് ഹെർ ഓൺ സ്റ്റോറി ഇൻ ദ ബാക്ക്. അതായത് ഫ്ലോറൻസ് റാങ്കിന്റെ കഥയും നമ്മുടെ ബുക്കിന്റെ ബാക്കിലുണ്ട്. ആ കഥയുടെ പേരാണ് ദ ഫെമിനിയൻ സ്റ്റോറി. ഓക്കെ. If Anne Smith had accepted this generous offer, it might have gone a long way toward facilitating the acceptance of the book project in Akron. But she immediately and unanimously declined the honor. ആൻ ആദ്യം ഈ ഓഫർ സ്വീകരിച്ചു. പക്ഷേ പിന്നീട് കുറച്ചു കാലം നീങ്ങിക്കഴിഞ്ഞപ്പോൾ, അതായത് ബുക്ക് പ്രൊജക്ടിനെ കുറിച്ച് അക്രോണിലെല്ലാം ചർച്ചകളൊക്കെ വന്നു. പക്ഷേ ഷീ ഇമ്മീഡിയറ്റ്ലി യൂണിക്വിക്കലി ഡിക്ലൈൻഡ് ദ ഹോണർ. അത് ഡിക്ലൈൻ ചെയ്തു. ദ ഷോർട്ട് 2-page സ്റ്റോറി എൻഷുർഡ് ആൻ ആൽക്കഹോളിക് വൈഫ് did appear in the first edition of the book and was eventually written by Maria Bray, the non-alcoholic wife of another Akron area member. പക്ഷേ ആൻ ആൽക്കഹോളിക് വൈഫ്, മദ്യാസക്തന്റെ ഭാര്യ എന്ന രീതിയിൽ ബുക്കിൽ ഒരു കഥ ആദ്യത്തെ പ്രിന്റിംഗിൽ ആദ്യത്തെ എഡിഷനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് എഴുതിയത് മാരിയ ബ്രേ എന്ന് പറയുന്ന ഒരു നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള സ്ത്രീയാണ്. അദ്ദേഹം അക്രോണിലെ മറ്റൊരു ആളുടെ വൈഫാണ്, അക്രോൺ എ മെമ്പറിന്റെ വൈഫാണ്. റിഗാർഡിംഗ് ദോസ് 9 full പേഴ്സണൽ സ്റ്റോറീസ്, ബിൽ എക്സ്പ്ലെയിൻഡ് ദാറ്റ് അങ്ങനെ 9 കഥകൾ അവർ സ്വീകരിച്ചു. ദെൻ വി മൈറ്റ് ബിഗിനിങ് വിത്ത് മൈസെൽഫ് ടേക്ക് സെവറൽ ഓഫ് us in consecutive order, omitting any who have fallen from grace. The story of a fellow like Ernie would be omitted from the series, but could be included in the shorter narrative, or perhaps considering his wonderful comeback with a powerful effect in the chapter on failures. അതായത് എർണി പോയിട്ട് വീണ്ടും കുടിച്ചു. അപ്പോ അവന്റെ കഥകളൊക്കെ അവർക്ക് മാറ്റിവെക്കേണ്ടി വന്നു, ഒമിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അദ്ദേഹം പറയാണ്, അതായത് ഫെയിലിയർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അദ്ദേഹം എഴുതുന്നുണ്ട്. അന്നേരം പിന്നീട് അത് തിരിച്ചു വരുമ്പോൾ ആ കഥ ഉൾപ്പെടുത്താം. ബിൽസ് കൺസെപ്റ്റ് ഓഫ് ഹൗ ദ സ്റ്റോറീസ് വുഡ് ബി അറേഞ്ച്ഡ് ഇൻ identical to the list of 25 proposal Hampi had created earlier in the month for the story section. അതായത് ഈ കഥകളുടെ ഇതിന് വേണ്ടിയിട്ട് ഹാങ്പി കൊടുത്ത ഔട്ട്ലൈനിലൂടെയാണ് അദ്ദേഹം ഇതെല്ലാം വെച്ചത്. They would start with Bill, who had the most time sober, and then present in consecutive order. അതായത് ബിൽ വിൽസൺ ആണ് ബില്ലിന്റെ കഥയാണ് ആദ്യം വെച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹമാണ് ആ കാലത്ത് 4 വർഷക്കാലത്തോളം സോബർ ആയിട്ടുള്ള ആൽക്കഹോളിക്സ് അനോണിമസിലെ ഏറ്റവും മുതിർന്ന അംഗം. അപ്പൊ ദ സ്റ്റോറീസ് ഓഫ് ദ അതേഴ്സ് ഹു ഹാഡ് ഗോട്ടൺ സ്റ്റേഡ് സോബർ. അപ്പൊ മറ്റുള്ളവരുടെ കഥകളൊക്കെ ആരാണ് സുബോധാവസ്ഥയിൽ നിലനിൽക്കുന്ന അവരുടെ കഥകള് ഓർഡറിൽ വെച്ചു. ദിസ് വുഡ് ഒബിയസ്ലി മീൻ ദാറ്റ് ബോബ്സ് ഓൺ സ്റ്റോറി വുഡ് അപ്പിയർ സെക്കൻഡ് ഇൻ ദ സീരീസ്. അപ്പൊ അടുത്ത സീരീസിൽ ആദ്യമായിട്ട് ബോബിന്റെ സ്റ്റോറി വരുമെന്ന് നമ്മൾക്ക് ഉറപ്പാണ്. ഇറ്റ് ഈസ് തോട്ട് ഈച്ച് ഓഫ് ദിസ് 9 ചാപ്റ്റേഴ്സ് ഷുഡ് റൺ അബൌട്ട് 5000 വേർഡ്സ്. അപ്പം ഓരോ ചാപ്റ്ററുകളും ഏകദേശം 5000 വാക്കുകൾ എഴുതാനാണ് അദ്ദേഹം ശ്രമിച്ചത്. Then we might have 5 chapters each, constituting of 5 witness of about 1000 words each, selected mostly, I should think, consequently except for some especially striking case and the witness of a couple of beginners. അതായത് തുടക്കക്കാരായിട്ടുള്ള നമ്മളുടെ അംഗങ്ങളുടെ സാക്ഷ്യങ്ങൾ 5 വിറ്റ്നസ് 5 അംഗങ്ങളുടെ സാക്ഷ്യങ്ങള് ആദ്യത്തെ 5 ചാപ്റ്ററിന് ശേഷം വെക്കാം. അത് ഏകദേശം 1000 വാക്കുകളിൽ ഒതുങ്ങി നിൽക്കണമെന്ന് അദ്ദേഹം പറയാണ്. The 9 long stories, 9 നീണ്ട കഥകൾ, by those with the most sobriety would be followed by 25 shorter stories. അത് 25 ചെറിയ കഥകളും ചെറിയ തോതിൽ എഴുതിയ കഥകളുമായിട്ട് മുന്നോട്ട് പോകണം. That would also be presented in chronological order. അത് തീർച്ചയായും chronological ഓർഡറിലായിരിക്കണം. Although a couple of stories by beginnings might be inserted in the section of dramatic effect, note that Bill was increased in the number of stories in this multiple story chapters to 5 shorter stories each, one more than Hank's outline suggestion of 4 stories in each of the chapters. അതായത് ഹാങ്കിന്റെ
ഹാങ്ങിന്റെ സജഷൻ എന്താണ്? ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ 4 സ്റ്റോറീസ് വെച്ച് എഴുതുക. അപ്പൊ എന്നാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. ഓൾസോ ഓഫ് ഇൻട്രസ്റ്റ് ഹിയർ ഇൻ ബിൽസ് മെൻഷൻ ദാറ്റ് ദ സജസ്റ്റഡ് ലെങ്ത് ഫോർ ഓൾ ദ ചാപ്റ്റേഴ്സ് ഇൻ ദ ബുക്ക് ഷുഡ് ബി ദ 5000 word. A target he must likely arrive at while struggling to write these first 2 chapters, which at this early stage numbered roughly 5,800 and 5,350 words respectively. അപ്പോ 5000 വാക്കുകളിലൂടെ ഓരോ ചാപ്റ്ററുകളും കടന്നു പോകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. 5800, 5350 വാക്കുകളാണ് ഓരോ ചാപ്റ്ററിനും ഉണ്ടായിരുന്നത്. അത് പിന്നീട് എഡിറ്റേഴ്സ് എഡിറ്റ് ചെയ്ത് നമുക്ക് 5000 വാക്കുകളാക്കിയിട്ട് കുറച്ച് തന്ന് തരികയാണ് ചെയ്തത്. അപ്പോ ദർ ഈസ് എ പോപ്പുലർ AI ലെജൻഡ്. അതായത് AI ഇങ്ങനെ പറയുന്നുണ്ട്, ബിൽ ഒറിജിനലി ഓഫേർഡ് ദ റൈറ്റിംഗ് ഓഫ് ദ ചാപ്റ്റർ 2 wives ടു ആനി സ്മിത്ത്. അതായത് ആനി സ്മിത്തിനോട് ഭാര്യമാരോടെന്നുള്ള അധ്യായം എഴുതാൻ ആവശ്യപ്പെട്ടു വന്നു. ബട്ട് ആസ് ദ ടെക്സ്റ്റ് ഓഫ് ദിസ് ലെറ്റർ മേക്സ് ക്ലിയർ, ഈ കത്ത് എന്താണ് വിവരിക്കുന്നത്? വ്യക്തമായി പറയുന്നുണ്ട്, വിൽസൺ ഈസ് ഓഫറിംഗ് ഹെർ വൺ ഓഫ് ദ ചോയ്സ് ലോങ്ങർ സ്റ്റോറീസ് ദാറ്റ് വുഡ് ഇവൻച്വലി അപ്പിയർ ഇൻ ദ ബാക്ക് ഓഫ് ദ ബുക്ക്. അപ്പോ ഈ കത്ത് വിവരിക്കുന്നത്, അവളോട് ഒരു കത്ത് എഴുതാൻ പറഞ്ഞു, പക്ഷെ അത് തീർച്ചയായും ബിഗ് ബുക്കിന്റെ ബാക്കിൽ വരുന്ന ഒരു ജീവിത കഥയാണ്. നോട്ട് വൺ ഓഫ് ദ എക്സ്പോസിഷണൽ ചാപ്റ്റേഴ്സ്. അതായത് നമ്മൾ വിവരിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു അധ്യായമല്ല അവരോട് എഴുതാൻ പറഞ്ഞത്. ദാറ്റ് വുഡ് ലേറ്റർ അപ്പിയർ ഇൻ ദ ഫ്രണ്ട്. അതായത് ഭാര്യമാരോട് പിന്നെ എന്നുള്ള അധ്യായം പിന്നീട് നമുക്ക് പിന്നീട് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നതാണ്, ബുക്കിന്റെ ഫ്രണ്ടിൽ വരുന്നത്. ഇൻ ദിസ് അപ്രോസിപ്പിക്കൽ സ്റ്റോറി ഓഫ് കോൺഫ്ലിക്ട്, അതായത് ഇത്തരം ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞ കഥകൾ, ലൂയിസ് ഈസ് ഇൻ ഫാക്ട് എക്സ്ട്രീംലി ആംഗ്രി ഓഫ് ബിൽസ് റിഫ്യൂസ് ടു ലെറ്റ് ഹർ റൈറ്റ് ദ ചാപ്റ്റർ. ലൂയിസ് വിൽസന്, അതായത് ബില്ലിന്റെ ഭാര്യയായ ലൂയിസ് വിൽസന് ബില്ലിനോട് ഒരു ചെറിയ നീരസമുണ്ടായി. കാരണം ലൂയിസ് കഥ അവള് എഴുതാമെന്ന് പറഞ്ഞു, ഒരു ചാപ്റ്റർ എഴുതാമെന്ന് പറഞ്ഞു. ബില്ല് അത് നിരസിച്ചു. ബട്ട് ഓൺലി ബിക്കോസ് ഷി ഫെൽറ്റ് ഷി വാസ് ദ മോസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺ ടു ഡു. അതായത് അവളും അവളുടെ മനസ്സിൽ വിചാരിക്കും, അവളാണ് ഏറ്റവും യോഗ്യതയുള്ളയാൾ ഒരു കഥ എഴുതാനായിട്ട്. നൗ ഹിയർ ഈസ് എനി ബിൽസ് ഓർ ലൂയിസ് റൈറ്റിംഗ്സ് or record talks in there any mention of Bill's offering to Annie Smith or of the previous offer being the cause of Louis' anger. അതായത് ഈ കഥകളൊക്കെ AI ഉള്ളിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും ബില്ലിന്റെ കഥ ഏതെങ്കിലും എഴുത്തുകളിലോ ലൂയിസിന്റെ ഡയറിയിലോ സ്വന്തമായിട്ടുള്ള ഏതെങ്കിലും എഴുത്തുകളിലോ റെക്കോർഡുകളിലോ ഈ പറയുന്ന 2 wives അല്ലെങ്കിൽ ഭാര്യമാരോട് എന്നുള്ള കഥ ആൻ സ്മിത്തിനോട് പറഞ്ഞിരുന്നു എന്ന് നമ്മൾക്ക് വ്യക്തമാക്കുന്ന ഒരു എഴുത്തുകളും ലഭ്യമല്ല. പ്രീവിയസ് ഓഫർ ബീയിങ് ദ കോസ് ഫോർ ലൂയിസ് അങ്ങനെ. അതുമല്ല, അത് ലൂയിസിനെ ദേഷ്യപ്പെടുത്തി എന്ന് പറയുന്നതും വ്യക്തമല്ല. സി ഹാർട്ടിഗൻ ബിൽ W114 ലൂയിസ് റിമെമ്പറൻസ്. അതായത് 114 പേജില് ലൂയിസ് റിമെമ്പറൻസ് എന്ന് പറയുന്ന ലൂയിസിന്റെ ആത്മകഥയിൽ പാസിറ്റോണില് 200 പേജിലും ഫോർ 3 വേർഷൻ ഓഫ് ദി സ്റ്റോറി നൺ ഓഫ് വിച്ച് മേക്ക് മൈ എനി മെൻഷൻ ഓഫ് ആൻ സ്മിത്ത് ഓർ ബിൽ അലിഗഡ് ഓഫർ ടു ഹെർ. അതായത് ഈ പാസിറ്റോണിൽ ഈ ഭാര്യമാരോടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് പേജ് നമ്പർ 200-ലാണ്. ലൂയിസ് റിമെമ്പറൻസിൽ ഇത് പറയുന്നുണ്ട് 114-ലാണ്. ഈ 2 പേജുകളിലും ആൻ സ്മിത്തിനോട് ബിൽ ഡബ്ല്യു ഈ കഥ എഴുതാനായി, അതായത് 2 wives എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതാനായി ആവശ്യപ്പെട്ടതായി തെളിയിക്കുന്ന തരത്തിലുള്ള ഒന്നും നമ്മൾക്ക് അവൈലബിൾ അല്ല, രേഖകൾ അവൈലബിൾ. ബിൽ then graciously moves away from this proposed conception of the book and invites Dr. Bowen and the other Ohio members to liberally edit it that he has done, and even to freely invent something completely different if they think that might be best. ബിൽ എന്താണ് ചെയ്തത്? തന്റെ കത്തിൽ താൻ എഴുതിയ കഥകൾ 2 അധ്യായങ്ങളും പിന്നീട് എഴുതാൻ പോകുന്ന ചാപ്റ്റേഴ്സിന്റെ ഔട്ട്ലൈൻ അയച്ചു കൊടുത്തുകൊണ്ട് ഡോക്ടർ ബോബിനോടും ഒഹായോ മെമ്പേഴ്സിനോടും, നിങ്ങൾ ഇത് എഡിറ്റ് ചെയ്യണം, നിങ്ങൾ ഇത് വായിച്ചിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി പറയാം. ഇനി ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും കൂടുതലായി പറയേണ്ടതുണ്ട്, നിങ്ങൾ പുതിയതായി എന്തെങ്കിലും ഇൻവെന്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഞാൻ പറഞ്ഞതിലും വളരെ പൂർണ്ണമായും വ്യത്യസ്തമായ രീതിയിലായി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, അതുകൂടി നിങ്ങൾ രേഖപ്പെടുത്തണം. The foregoing are suggestions only. അപ്പം അതൊക്കെ നിർദ്ദേശങ്ങളാണ്. We can never tell where the next best idea may come from and who will make a still better suggestion. അപ്പൊ അദ്ദേഹം കത്തി പറയാണ്, ഞങ്ങൾക്കറിയില്ല എത്രയും ഇതിനേക്കാളും നല്ലൊരു ആശയം നിങ്ങളിൽ നിന്ന് വരുമോ, അതായത് ഏറ്റവും നല്ല ബെറ്റർ സജഷൻ ആയിട്ട് നിന്ന്
ഒരു ആശയം വരുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും അത് എഴുതണം. സോ പ്ലീസ് ടേക്ക് ദ പിക്ചർ. ഐ ഹാവ് സ്കെച്ച്ഡ് ആൻഡ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു ആഡ്. അതായത് നിങ്ങൾ ഈ ഇത് അക്രോണിലെ അംഗങ്ങൾ ഇത് വായിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് ചെയ്യണം. സബ്സ്ട്രാക്ട് എന്തെങ്കിലും കുറയ്ക്കാനുണ്ടെങ്കിൽ അത് പറയണം. അതിന്റെ മൾട്ടിപ്പിൾ നിങ്ങൾക്ക് പിന്നീടും എന്തെങ്കിലും കൂടുതൽ എഴുതണമെന്നുണ്ടെങ്കിൽ അത് എഴുതണം. ഇറ്റ് എനിവേ വിച്ച് ഒക്കേഴ്സ് ടു യു ഓൾ. ഇതെല്ലാം നിങ്ങളിലൂടെ സംഭവിക്കണം. ഐ ആം നോട്ട് സഫറിങ് അറ്റ് ദ മൊമെന്റ് ഫ്രം എനി പ്രൈഡ് ഓഫ് ഓതർഷിപ്പ്. അതായത് ഞാൻ ഈ സമയത്ത് ഈ ബുക്കിന്റെ ഓതറാകണം, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഓതർഷിപ്പ് എന്ന് പറയുന്ന അഹങ്കാരത്തിൽ നിൽക്കുന്നില്ല. സോ ലെറ്റ് എവരി വൺ ഡു ദെയർ ബെസ്റ്റ് ആൻഡ് ഇഫ് ദേ ലൈക്ക് ദെയർ ബെസ്റ്റ്. അപ്പോ അവരുടെ ഏറ്റവും നല്ല നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഇതിനെ കുറിച്ച്? നിങ്ങൾക്ക് ഏറ്റവും നന്നായ രീതിയിലാണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും മോശമായ രീതിയിലാണോ ചിന്തിക്കുന്നത്? എന്താണെങ്കിലും എന്നെ എഴുതി അറിയിക്കണമെന്ന് ആ കത്തിലൂടെ പറയാണ്. ഡെസ്പൈറ്റ് ദിസ് ജനറസ് റിക്വസ്റ്റ് ഫോർ ക്രിറ്റിസിസം. അപ്പം ഇദ്ദേഹത്തിന്റെ ഈ വലിയ തുറന്ന അപേക്ഷ, അല്ലെങ്കിൽ വിമർശിക്കാനുള്ള അപേക്ഷ, ബിൽ ജസ്റ്റ് കുഡിന്റ് റിസ്റ്റൈൻ ഹിസ് നാച്ചുറൽ ടാലന്റ് ഫോർ ബീയിങ് ദ ഡയറക്ടർ ആൻഡ് ദ ഇമ്മീഡിയറ്റ്. അതായത് ഒരു ഡയറക്ടർ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ടാലന്റ് ആണ് നമുക്ക് കാണാൻ കഴിയുക. ആൻഡ് ഹി ഇമ്മീഡിയറ്റ്ലി ഗോസ് ഓൺ ടു ഓഫർ ബോബ് കോൺക്രീറ്റ് സജഷൻസ്. അതായത് ഉടനെ തന്നെ അദ്ദേഹം ഡോക്ടർ ബോബിനോട് അടിസ്ഥാനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ വെച്ചു. ഓൺ ഹൗ ടു പ്രസന്റ് ദ 2 chapters and the outline, and then gives an exclusively detailed account of what he should do, go into each of the individual stories. അദ്ദേഹം ഡോക്ടർ ബോബിനോട് ചില അടിസ്ഥാനപരമായിട്ടുള്ള കോൺക്രീറ്റ് സജഷൻസ്, അതായത് ഉറപ്പാർന്ന ചില നിർദ്ദേശങ്ങൾ വെക്കുകയാണ്. ഈ 2 ചാപ്റ്ററുകൾ എങ്ങനെയായിരിക്കണം, മറ്റ് കഥകൾ എങ്ങനെയായിരിക്കണം ഔട്ട്ലൈൻ ചെയ്യുന്നത്. എക്സ്ഹോസ്റ്റ്ലി ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ദാറ്റ് ഷുഡ് ഗോ ഇൻ ടു ഈച്ച് ഓഫ് ദ ഇൻഡിവിജ്വൽ സ്റ്റോറീസ്. അതായത് വ്യക്തികളുടെ കഥകളിലൂടെ എങ്ങനെ പോകണം. സ്റ്റോറീസ് ഹാസ് ബി എക്സ്പെക്ടിങ് ദ ഒഹായോ മെമ്പേഴ്സ് ടു സ്റ്റാർട്ട് റൈറ്റിംഗ് ഇൻ ദ വെരി നിയർ ഫ്യൂച്ചർ. അടുത്ത ഭാവ്യ കാലത്ത് അവരെങ്ങനെയായിരിക്കണം ഓരോ കഥകൾ എഴുതേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഔട്ട്ലൈനും ബിൽ വിൽസൺ ഡോക്ടർ ബോബിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇറ്റ് മൈറ്റ് ബി എ ഗുഡ് ഐഡിയ. ഇതൊരു നല്ല ആശയമാണ്. ഇഫ് യു ഷോഡ് ദിസ് സ്റ്റഫ് അറൌണ്ട് ജനറലി and then ask people to write their own stories in their own language and to the length they want, covering those experiences from childhood up, which illustrate the salient points of their character. അതായത് നിങ്ങൾ ആളുകളോട് പറയണം, ഒഹായോയിലെ ആളുകളോട് പറയണം, നിങ്ങൾ പൊതുവായിട്ട് ഒരു കത്ത് എഴുതണം, ജനറൽ ആയിട്ട്. ആൻഡ് ദെൻ ആസ്ക് പീപ്പിൾ ടു റൈറ്റ് ദെയർ ഓൺ സ്റ്റോറീസ്, അവരുടെ കഥ എഴുതുക, ദെയർ ഓൺ ലാംഗ്വേജ്, അവരുടെ ഭാഷയിൽ, ആൻഡ് അറ്റ് ദ ലെങ്ത് ദേ വാണ്ട്, എത്രമാത്രം നീളത്തിലാണോ അവർക്ക് കഥ എഴുതേണ്ടത് അതുപോലെ, കവറിങ് ദോസ് എക്സ്പീരിയൻസ്, അവരുടെ ഫ്രം ചൈൽഡ്ഹുഡ്, അതായത് അവരുടെ ചെറുപ്പകാലം മുതലുണ്ടായ അവരുടെ അനുഭവങ്ങൾ അത് കൃത്യമായി വിവരിച്ചുകൊണ്ട് പോയിന്റുകൾ എഴുതിക്കൊണ്ട്, അവരുടെ സ്വഭാവത്തിലുള്ള പോയിന്റുകൾ എഴുതിക്കൊണ്ട് അവരൊരു കഥ എഴുതണം. പ്രോബബ്ലി എംഫസൈസ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ ദോസ് ക്വാളിറ്റീസ് ആൻഡ് ആക്ഷൻസ് വിച്ച് കോസ്ഡ് ദം ടു കം ഇൻ ടു കൊല്യൂഷൻ വിത്ത് ദെയർ ഫെലോസ്. അപ്പം ഈ തരത്തിലുള്ള അവരുടെ ഗുണങ്ങളും അവരുടെ പ്രവൃത്തികളും പിന്നീട് മറ്റുള്ള ആളുകളിലേക്ക് ഇടിച്ചു കയറുന്നതിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ദോസ് തിങ്സ് വിച്ച് മേ ലേ ബിനീത്ത് ദ ടെൻഡൻസി ടു എക്സസീവ് ഡ്രിങ്കിങ്. അത് ഒരു പക്ഷേ വീണ്ടും കൂടുതൽ കുടിക്കുന്നതിലേക്ക് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. ദ കോയർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആൻഡ് ഇമോഷൻ പ്രൊസീഡിങ് ദ ഫസ്റ്റ് ഡ്രിങ്ക്. അതായത് അവരുടെ മനസ്സിന്റെ അവസ്ഥ, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം, ആൻഡ് ഇമോഷൻ പ്രൊസീഡിങ്, അതായത് വൈകാരിക അവസ്ഥ, ആദ്യത്തെ കുടിയിലേക്ക് പ്രേരിപ്പിക്കുന്ന വൈകാരിക, ദ ഫസ്റ്റ് മെഡിക്കൽ അറ്റൻഷൻ റിക്വയർഡ്. അവർക്ക് ഒരു പക്ഷേ ആദ്യം ഒരു ഹോസ്പിറ്റൽ അറ്റൻഷൻ അവർക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടാകാം. ദ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാസ് വിസിറ്റഡ്. അവരൊരു പക്ഷേ ധാരാളം ഈ തരത്തിലുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാകും. ദിസ് ഔട്ട് ടു ബി ബ്രോട്ട് ഇൻ. ഇതെല്ലാം തീർച്ചയായും നിങ്ങൾ അതിനകത്ത് എഴുതണം. ദെയർ ഔട്ട് ടു ബി എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ മെൻസ് ഫീലിംഗ്സ്. അവരൊരു പക്ഷേ അവരുടെ വൈകാരിക അവസ്ഥകളെ പറ്റി ഒരു വിവരണം കൊടുക്കണം. ആസ്കിങ് അറ്റ് അവർ ക്രൗഡ് ഹിസ് ഫസ്റ്റ് സെൻസ് ഓഫ് ഗോഡ് ബീയിങ് വിത്ത് ഹിം. അതായത് നമ്മളുടെ ആളുകളെ കണ്ടപ്പോ അവനുണ്ടായ വൈകാരിക അവസ്ഥ എന്താണ് അവന് ദൈവത്തെ കുറിച്ചുണ്ടായ സെൻസ്, ഹിസ് ഫീലിംഗ് ഓഫ് ഹോപ്പ്ലെസ്നെസ്, അവന്റെ ഹോപ്പ്ലെസ്നെസ്സിനെ കുറിച്ച് പറയണം. ആൻഡ് ഹൗ ഹിസ് സെൻസ് ഓഫ് വിക്ടറി, എങ്ങനെയാണ് വിജയം വരിച്ചതെന്ന്, ഹിസ് ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഹിസ് എവറി ഡേ ലൈഫ്, അതായത് നമ്മളുടെ തത്വങ്ങൾ അവന്റെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിൽ അവൻ എങ്ങനെ അഡോപ്റ്റ് ചെയ്തു, ഇൻക്ലൂഡിങ് ഡൊമസ്റ്റിക്
അതായത് അവന്റെ കുടുംബ ജീവിതത്തിൽ, അവന്റെ ബിസിനസ്സിൽ ആൻഡ് റിലേഷൻസ്, മറ്റുള്ളവരുമായിട്ട് ബന്ധത്തില്, പ്രത്യേകിച്ച് വിത്ത് അതർ ആൽക്കഹോളിസം, മറ്റു മദ്യാസക്തരുമായിട്ടുള്ള ബന്ധത്തില് അവന്റെ ഈ പ്രിൻസിപ്പിൾസ് അവൻ എങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്തു. ദ റിലീസ് ഹി ഗെറ്റ്സ് ഫ്രം വർക്കിംഗ് വിത്ത് അതേഴ്സ്. അതായത് അവന് മറ്റുള്ളവരുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ് അവന് കിട്ടിയത്, ദ വിക്ടറീസ് ഗോഡ് ഹാസ് ഗിവൺ ഹിം, എന്താണ് ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ അവന് വിജയകരമായി തോന്നിയത്. ദ പ്രോബ്ലംസ് വിച്ച് സ്റ്റിൽ ഫേസ്, ഇപ്പോഴും അവൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്. ഹിം ആൻഡ് ഹിസ് പ്രോഗ്രസ് വിത്ത് ദം, അതായത് മറ്റുള്ളവരുമായി പ്രവർത്തിക്കുമ്പോൾ അവൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്. ദിസ് ആർ ദ അതർ പോസിബിൾ പോയിന്റ്സ്, ഇതൊക്കെ ഒരു പോയിന്റ് ആയിട്ട് കൊണ്ടുവരണം. When this is done, we can sit down with the authors one at a time and fit their story into the pattern of the book. അതിനുശേഷം ഈ കഥകൾ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ എഴുതിയ ആളുകളുമായിട്ട് ഒന്നിച്ചിരിക്കണം. എന്നിട്ട് എവിടെയാണ് നമുക്ക് ഈ ബുക്കിൽ ഈ കഥകൾ കൊണ്ടുവരേണ്ടതെന്ന് വ്യക്തമായിട്ട് അവരോട് ചർച്ച ചെയ്യണം. എവരി വൺ ഷുഡ് റൈറ്റ് with feelings, not laying it on too thick, however, and above all, let's not try to be literally, it will be much better be guided. അതായത് എല്ലാവരും വൈകാരികമായിട്ട് തന്നെ ഈ കഥകൾ എഴുതണം. വളരെ കട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൈഡ് ലൈൻസ് വെച്ചുകൊണ്ട് നമ്മളത് മോശമായ രീതിയിലല്ല, വളരെ നല്ല രീതിയിൽ കഥ എഴുതണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. This final word guided refers, of course, to the guidance one receives from God during quiet time. The practice Frank Amos had cited in the report as being so critical to Akron program of continued sobriety. അതായത് ഈ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ തീർച്ചയായും ഗൈഡൻസ് ഓൺ റിസീവ് ഫ്രം ഗോഡൻസ്, പ്രത്യേകിച്ച് ദൈവത്തിൽ നിന്ന് ശാന്തതയുടെ സമയത്ത്, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു പരിപാടിയാണ്, ശാന്തതയുടെ സമയത്ത് അവർക്ക് ദൈവത്തിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങൾ കിട്ടുന്നു. ദ പ്രാക്ടീസ് ഫ്രാങ്കോമസ് ഹാഡ് സൈറ്റഡ് ഇൻ ഹിസ് റിപ്പോർട്ട് ആസ് ബീയിങ് സോ ക്രിട്ടിക്കൽ ഇൻ ദ ആക്രോൺ പ്രോഗ്രാം ഓഫ് കണ്ടിന്യൂഡ് സോബ്രൈറ്റി. അതായത് സുബോധാവസ്ഥയിൽ മറ്റേ അക്രോണിലെ ആളുകൾ തുടർച്ചയായിട്ട് സുബോധാവസ്ഥയിൽ നിൽക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ പറയുന്ന ഗൈഡ് ലൈൻസ് അവർക്ക് കിട്ടുന്നത് കൊണ്ടാണ് എന്ന് ഫ്രാങ്ക് ആമോസ് തന്റെ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് തുടർച്ചയായിട്ടുള്ള സുബോധാവസ്ഥ അവരെ സഹായിക്കുന്നത്. എ പ്രാക്ടീസ് ദേ ബിലീവ് ഹാഡ് ടു ബി ഫെയ്ത്ത്ഫുള്ളി ഫോളോഡ് എവരി മോർണിംഗ് ടു പ്രിവെന്റ് ദ ഗ്രേവ് ഡേഞ്ചർ ഓഫ് ബാക്ക് സ്ലൈഡിങ്. അതായത് അപകടകരമായ രീതിയിൽ പുറകോട്ട് മറിഞ്ഞു വീഴുന്നത് അല്ലെങ്കിൽ സ്ലിപ്പാകുക, റിലാപ്സ് ആകുന്നതിനേക്കാൾ ഉപരിയായി എല്ലാ ദിവസവും രാവിലെ ഈ പറയുന്ന വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് അവർ വിശ്വസിച്ചിരുന്ന ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ സ്ഥിരമായി ചെയ്തിരുന്ന ഒരു പരിശീലനമാണ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ സജഷൻ കൂടിയാണ്. ക്വയറ്റ് ടൈം റിക്വയർഡ് പീപ്പിൾ ടു സിറ്റ് വിത്ത് എ പെൻസിൽ ആൻഡ് നോട്ട്ബുക്ക് so that record every God-given thought and idea that comes to during our time alone with him, that no detail, however small, may be lost. അതായത് ഈ ശാന്തതയുടെ സമയത്ത് ഒരു പേപ്പറും പെൻസിലും ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അവർക്ക് കിട്ടുന്ന ചില ആശയങ്ങൾ, ചില ചിന്തകൾ അവർ ഇങ്ങനെ കുറിച്ചു വെക്കും വളരെ ചെറുതായിട്ട്. അത് ദൈവം നൽകിയ ചിന്തയായിട്ടാണ് അവര് പറയുക. ഡ്യൂറിങ് അവർ ടൈം അലോൺ വിത്ത് ഹിം, അതായത് അവനുമായിട്ടിരിക്കുന്ന, അതായത് ദൈവമായിട്ടിരിക്കുന്ന ശാന്തത. ദിസ് ഈസ് ദ മോഡൽ ബിൽ വാസ് അഡ്വൈസിങ് ദ ഒഹായോ മെമ്പേഴ്സ് ടു യൂസ് വെൻ റൈറ്റിംഗ്. അപ്പൊ ഇതാണ് ഒരു മോഡലായിട്ട് ഒഹായോയിലെ അംഗങ്ങൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവരുടെ സ്റ്റോറിയിൽ ഇത് പറയണമെന്ന്. റിലയിങ് പ്രൈമർലി ഓൺ ഗോഡ്സ് ഇൻസ്പിറേഷൻ അറ്റംപ്റ്റിംഗ് ടു പ്രൊഡ്യൂസ് എ പോളിഷ്ഡ് ലിറ്റററി വർക്ക്. അതായത് വളരെ പോളിഷ് ചെയ്തിട്ടുള്ള ഒരു സാഹിത്യം എഴുതുന്നത് പോലെയല്ല, എങ്ങനെയാണ് ദൈവം അവരുടെ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്തത്, അറ്റംപ്റ്റിംഗ് റാദർ ദാൻ ഗോഡ്സ് ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഇൻസ്പിറേഷൻ അവർക്ക് എങ്ങനെ കിട്ടി എന്ന് അത് പറയുക. വിൽ കൺക്ലൂഡ് ദിസ് സെക്ഷൻ ഓഫ് ഹിസ് ലെറ്റർ ബൈ ടെല്ലിംഗ് ഡോക്ടർ ബോബ് ഹി വാണ്ടഡ് ഹിം ടു അസ്യൂം റെസ്പോൺസിബിലിറ്റി ഫോർ പ്രൊമോട്ടിംഗ് ദ പ്രൊജക്ട് ഇൻ അക്രോൺ. അപ്പോ ഈ കത്ത് എഴുതി തീർക്കുന്നത്, അവസാനിപ്പിക്കുന്നത് ഡോക്ടർ ബോബിനോട് ഈ പ്രൊജക്റ്റിൽ, അല്ലെങ്കിൽ ഈ ബുക്കിന്റെ പ്രൊജക്ടിനോട് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും ഈ പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകാനായി പ്രൊമോട്ട് ചെയ്യണം, അക്രോണിൽ പ്രൊമോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഐ കാൺ സേ ഹൗ സൂൺ ഐ ഷാൽ ഗെറ്റ് ടു അക്രോൺ, ഫോർ വി ആർ ഇൻ ദ ത്രോസ് ഓഫ് റേസിംഗ് മോർ മണി ടു ക്യാരി ഓൺ വിത്ത്. അതായത് എനിക്കറിയില്ല ഞാൻ എത്രയും പെട്ടെന്നാണ് അക്രോണിൽ എത്തിച്ചേരുന്നതെന്ന്. അതേസമയം തന്നെ എനിക്ക് പണം ശേഖരിക്കേണ്ടതുണ്ട്. ബട്ട് ഇഫ് യു കുഡ് ഗെറ്റ് ദ ബോൾ റോളിംഗ് അലോങ് ദിസ് ലൈൻ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. നിങ്ങൾക്ക് അവിടെ ഈ തരം ബോൾ റോളിംഗ് എന്ന് പറഞ്ഞാൽ ഈ തരം ആശയങ്ങൾ അവിടെ വിവരിച്ചു കൊടുക്കുക, എല്ലാവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ദിസ് വിൽ ഗ്രേറ്റ്ലി ഫെസിലിറ്റേറ്റ് ട്രൈങ് അപ്പ് ദ പാക്കേജ് ക്വിക്കലി ആൻഡ് നിയർലി ലേറ്റർ സൂൺ. അപ്പോൾ ഈ പറയുന്ന പാക്കേജ് ഉടനെ തന്നെ പുറത്തിറങ്ങാനായിട്ട്
നമുക്ക് സഹായിക്കും. വിൽ ബി നോട്ട് കമ്മിങ് ബാക്ക് ടു ഒഹായോ എനി ടൈം ഇൻ ദ നിയർ ഫ്യൂച്ചർ. അപ്പോൾ ബില്ല് അടുത്ത കാലത്തെങ്ങും ഒഹായോയിലേക്ക് പോകാനായിട്ടുള്ള പോയില്ല. ഓ നോ ഡിഡ് ഹി പ്ലാൻ ടു ഡു എനിത്തിങ് ഫർദർ ടു സെൽ ദിസ് പ്രൊജക്ട് ഇൻ അക്രോൺ മെമ്പേഴ്സ്. അത് മാത്രമല്ല, ഈ പറയുന്ന ബുക്കിന്റെ ഈ പ്രൊജക്ടിനെ പറ്റി അക്രോണിൽ പോയി എന്തെങ്കിലും പറഞ്ഞ് അവിടെ വ്യാപാരം നടത്താനായിട്ട് അവൻ ഉദ്ദേശിക്കുന്നുമില്ല. ദാറ്റ് വാസ് ബോബ്സ് ജോബ് നൗ ആൻഡ് ഹി വുഡ് ഓൾസോ ബി held responsible for getting the Ohio members to actually begin writing their personal stories. അതായത് ഇപ്പോൾ ഇവിടെ വെച്ച് ഇത് ഡോക്ടർ ബോബിന്റെ ചുമതലയാണ്, നമ്മുടെ ബില്ലിന്റെ ചുമതലയല്ല. അവൻ അവിടെയുള്ള ആളുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കട്ടെ. അവിടെയുള്ള ആളുകളെ കൊണ്ട് കഥകൾ എഴുതിപ്പിക്കുന്നത്, അതായത് വ്യക്തിപരമായ കഥകൾ എഴുതിപ്പിക്കുന്നത് എഴുതിപ്പിക്കാൻ തുടങ്ങട്ടെ. ഇത് ഡോക്ടർ ബോബിന്റെ ചുമതലയിലേക്ക് ഇദ്ദേഹം മാറ്റിവെച്ചു. ഹാവിംഗ് കവേർഡ് ഓൾ ദ ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ ബുക്ക്. അപ്പോൾ ബുക്കിനെ കുറിച്ചുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും അദ്ദേഹം വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് പാസ്ഡ് റെസ്പോൺസിബിൾ ഫോർ ദ ഒഹായോ പോർഷൻ ടു ദ പ്രൊജക്ട് ടു ഡോക്ടർ ബോബ്. അതായത് ഒഹായോയുടെ പോർഷൻ അല്ലെങ്കിൽ ആ ഭാഗത്തേക്കുള്ള കാര്യങ്ങള് അതിന്റെ ഉത്തരവാദിത്വം ഡോക്ടർ ബോബിനെ ഏൽപ്പിച്ചു. വിൽ പ്രൊസീഡ് ടു ദി ടോപ്പിക് ദാറ്റ് ഹാഡ് കൺസ്യൂംഡ് almost all his time and energy since he had finished writing the two chapters. അതായത് ഇതിനിടയിലെല്ലാം അക്രോണിലൊക്കെ പോയി ഓട്ടോ എടുക്കുവോ അല്ലെങ്കിൽ അവിടെ പല പല ആർഗ്യുമെന്റ്സ് ഒക്കെ നടത്തി തിരിച്ചു വന്ന് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലും മറ്റും പോയി ഒക്കെ പണശേഖരണത്തിന് വേണ്ടി ഇദ്ദേഹം കഷ്ടപ്പെടുന്നതിനുണ്ട്. ഇനി മുന്നോട്ട് 2 ചാപ്റ്റർ എഴുതി കഴിഞ്ഞിട്ടുള്ളൂ. ഇനി മുന്നോട്ട് മറ്റുള്ള ചാപ്റ്ററുകൾ എഴുതാനുണ്ട്. അതുകൊണ്ട് നൗ അബൌട്ട് മണി മാനേഴ്സ്, എനിക്ക് പണത്തിന്റെ കാര്യം നോക്കാനുണ്ട്. ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഐ ആം ഷുവർ വി കുഡ് യൂസ് ക്വൈറ്റ് എ ബിറ്റ് ടു ക്യാരി ഓൺ ദ ജനറൽ വർക്ക് ഫോർ നെക്സ്റ്റ് ഇയർ. അപ്പൊ നമുക്ക് അടുത്ത കുറച്ച് വർഷത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന പൊതുവായിട്ടുള്ള ജോലി പൂർത്തീകരിക്കണം. സിറ്റുവേഷൻസ് ആർ ബോൺ ടു അറൈസ് വിച്ച് വിൽ നീഡ് സം അണ്ടർ പിന്നിങ്. Moreover, it is going to take time and money to get his book and output in circulations. അതായത് പണം, ബുക്കിന് വേണ്ടിയിട്ടുള്ള പണം ശേഖരിക്കണം, അതുപോലെ തന്നെ ഇതിന്റെ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. The general work mentioned is what Bill and Hang were doing every day. അതായത് ജനറൽ വർക്ക് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് പൊതുവായിട്ടുള്ള ജോലി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹാങ്കും ബില്ലും എല്ലാ ദിവസവും ചെയ്യുന്ന പണി തന്നെയാണ്. വർക്കിംഗ് വിത്ത് ബോത്ത് ന്യൂ ആൻഡ് ഓൾഡ് ഡ്രങ്കേഴ്സ്, അതായത് പുതിയതും പഴയതുമായിട്ടുള്ള കുടിയന്മാരായിട്ട് പ്രവർത്തിക്കുക. എലോങ് വിത്ത് ദ ടൈം ആൻഡ് മണി ദേ വേർ സ്പെൻഡിങ് ഓൺ പ്രൊമോഷൻ. അതായത് ഈ പറയുന്ന ബുക്കിന്റെ പ്രൊജക്റ്റിലേക്കായിട്ട് പണം ശേഖരിക്കുക. ഹാസ് ദി സോളിസിറ്റഡ് ഡൊണേഷൻ ഫ്രം ദ റിച്ച് ടു സപ്പോർട്ട് ദിസ് എഫേർട്ട്. അതായത് ധനികരായിട്ടുള്ള, ആ കാലത്ത് ന്യൂയോർക്കിലെ ധനികരായിട്ട് ആളുകളിൽ നിന്ന് പണം ശേഖരിക്കാനായിട്ട് ശ്രമിക്കുക. this time neither of these men had any real outside source of income. അതായത് മറ്റ് വരുമാന മാർഗങ്ങൾ ഒന്നും ഈ 2 പേർക്കും ഇല്ല, ഹാങ്കിനും ഇല്ല, വിൽ ഡബ്ല്യുവിനും ഇല്ല. It is understandable that Wilson felt that they would require quite a bit of money if they are going to maintain the office in Newark. അതായത് കുറച്ചധികം പണം ആവശ്യം വരും. കാരണം ഇവർക്ക് ന്യൂയോർക്ക് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേരാണ് ന്യൂയോർക്ക്. അവിടെയാണ് നമ്മുടെ ഓഫീസ് ഉള്ളത്. നിലവിലെ ഓഫീസ് എന്ന് പറയുന്നത് ഹാങ് പിയുടെ ഓഫീസാണ്. ബുക്കിന്റെ പ്രിന്റിങ്ങിനും ടൈപ്പിങ്ങിന് വേണ്ടി റൂത്ത് ഹോക്കിനെ നിയമിച്ചുകൊണ്ട് അവര് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് തുടർച്ചയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ വാടകയൊക്കെ കൊടുക്കണം. കണ്ടിന്യൂ ടു പേ ഓൾ ഓഫ് ദ അതർ നോർമൽ ലിവിങ് എക്സ്പെൻസ്. അവർക്ക് ജീവിക്കാനുള്ള ചില ചെലവുകൾ കണ്ടെത്തേണ്ടി വരും. അപ്പോ ഓഫീസിന്റെ പ്രവർത്തനത്തിനും ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ റൂത്ത് ഹോക്കാണ് അന്നേരം ഉള്ളത്. അവളുടെ ശമ്പളം, അതുകൂടാതെ ഇവരുടെ 2 പേരുടെയും ജീവിത ചെലവുകൾക്ക് വേണ്ടി കുറച്ചധികം പണം, നോർമൽ ലിവിങ് എക്സ്പെൻസ്, നെസസറി ടു കീപ് ഫുഡ് ഓൺ ദ ടേബിൾ ആൻഡ് റൂഫ് ഓവർ ദെയർ ഹെഡ്സ്. അതായത് അവർക്ക് വേറെ കൂടുതലൊന്നും ആഗ്രഹമില്ല. തന്റെ തലയ്ക്ക് മുകളിൽ ഒരു കൂര വേണം, അല്ലെങ്കിൽ ഒരു പാർപ്പിട സൗകര്യം വേണം, അല്ലെങ്കിൽ താമസിക്കാനുള്ള സൗകര്യത്തിനും ഫുഡിനുമായിട്ടുള്ള പൈസ, പണത്തിനും ജീവിക്കാനുള്ളതിനുള്ള ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ ലിവിങ് എക്സ്പെൻസ്, ഒരു ജീവിത ചെലവിനുള്ള പണം കണ്ടെത്തണം. ദിസ് നീഡ് ഫോർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വാസ് സെൽഫ് എവിഡന്റ് ഓഫ് ദ പീപ്പിൾ ഇൻ ന്യൂയോർക്ക്. അപ്പം ഇവിടെ വെച്ചിട്ട് ന്യൂയോർക്കിലെ അംഗങ്ങള് ചില ഫിനാൻഷ്യൽ സാമ്പത്തിക assistance, but Bill understood that his reasoning had to be laid out explicitly to counter the adherence of money and their belief that it would be only act as a contaminant to the work being done. അതായത് ഇവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്ന വെച്ചാൽ അക്രോണിലെ അംഗങ്ങൾക്ക് ഇത് ഇങ്ങനെ പണം ശേഖരിക്കുന്നതും നമ്മുടെ ജോലിയെ ബാധിക്കുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. വേർ ദിസ് മണി വുഡ് കം ഫ്രം വാസ് സ്റ്റിൽ സംതിങ് ഓഫ് എ മിസ്റ്ററി.
എവിടെയാണ് ഈ പണം വരുന്നത്? എല്ലാം എല്ലാത്തിനും ഒന്നിനും വ്യക്തതയില്ല. Although Wilson and Hank P were confident the book was a viable product and they were equally certain that. അതായത് ഇപ്പോഴും ബില്ലും ഹാങ്കിനും ഒരു പ്രതീക്ഷയുണ്ട്, ഈ ബുക്ക് പ്രസിദ്ധീകരിക്കപ്പെടും, ഇത് വലിയ ഒരു പ്രൊഡക്റ്റ് ആണ്, ഇത് വിറ്റഴിക്കപ്പെടും. ഇഫ് ഇറ്റ് വാസ് പ്രൊമോട്ടഡ് ആൻഡ് സോൾഡ് പ്രോപ്പർലി, അതായത് ഇത് തീർച്ചയായും പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വിൽപ്പനയ്ക്ക് വിൽക്കപ്പെടും. ഇറ്റ് വുഡ് ഈവൻച്വലി ജനറേറ്റ് മോർ ദാൻ ഇനഫ് പ്രോഫിറ്റ് ഫോർ ദം ടു ക്യാരി ഓൺ. അവർക്ക് ലാഭത്തെക്കാൾ ഉപരിയായിട്ടുള്ള ഒരു പണം കിട്ടും. ഇൻ അഡീഷൻ ദേ വെർ നോട്ട് ദ ഓൺലി ടു പീപ്പിൾ ഇൻ ന്യൂയോർക്ക് who were feeling so confident about this venture. ഇവർ രണ്ടുപേരും മാത്രമല്ല, ന്യൂയോർക്കിലെ മറ്റുള്ള അംഗങ്ങളും ഇതിനകത്തേക്ക് കോൺഫിഡന്റ് ആയിട്ട് വന്നു. ഇൻ ദിസ് ലേറ്റർ കണക്ഷൻ വി ആർ ടോൾഡ് ബൈ സിലാസ് ബെന്റ് that if you can produce a book useful and moving as the first two chapters suggest, it may have a very large sale. അതായത് സിലാസ് ബെന്റ് എന്ന് പറയുന്ന മറ്റൊരു അംഗമായിട്ട് സംസാരിച്ചപ്പോൾ ഇത് നല്ല രീതിയിൽ വലിയ വിൽപ്പന ഈ ബുക്കിനുണ്ടാവും. യു വിൽ റിമെമ്പർ സിലാസ് ആസ് ആൻ ആൽക്കഹോളിക് വി വർക്ക്ഡ് വിത്ത് ഔട്ട് ദെയർ. സിലാസ് എന്ന് പറഞ്ഞത് ഒരു ആൽക്കഹോളിക് ആണ്, ന്യൂയോർക്കിൽ അവരുമായിട്ട് ജോലി ചെയ്യുന്നത്. ഹി ഈസ് എ സ്റ്റാർ റിപ്പോർട്ടർ ആൻഡ് റൈറ്റർ ആൻഡ് വാസ് അറ്റ് വൺ ടൈം എഡിറ്റർ ഓഫ് ദ ന്യൂയോർക്ക് ടൈംസ് സൺഡേ മാഗസിൻ. ന്യൂയോർക്ക് ടൈമിലെ സൺഡേ മാഗസിലെ ഒരു റിപ്പോർട്ടറും എഴുത്തുകാരനും എഡിറ്ററും ഒക്കെ ആയിരുന്നു അദ്ദേഹം. ഹി ത്രൂലി നോസ് all the ropes we shall need and offer his service as an editor or as a writer. അതായത് അവന് കൃത്യമായിട്ട് അറിയാം ഞങ്ങൾക്ക് എത്രമാത്രം അവനെ ആവശ്യമുണ്ട്. ഞങ്ങളുടെ ഈ സേവനത്തിലേക്ക് അവന്റെ ഓഫറുകൾ, അതായത് എഡിറ്ററും റൈറ്ററും എന്ന രീതിയിൽ അവന്റെ സേവനം ആവശ്യമുണ്ട്. ഇഫ് ഹി സോ ഡിസയർ ഹി തിങ്സ് ദാറ്റ് prior to the publication of the book article based upon it should be published in the റീഡേഴ്സ് ഡൈജസ്റ്റ്. അപ്പം റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു വലിയ പ്രസിദ്ധീകരണത്തിൽ, സാറ്റർഡേ ഈവനിങ് പോസ്റ്റില് ഒക്കെ ഇതിനെക്കുറിച്ചുള്ള, ഈ പബ്ലിക്കേഷനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ അവൻ എഴുതുവാണെങ്കിൽ അത് വളരെ സഹായകമാകും. ഓർ പെർഹാപ്സ് സം ഓഫ് ദ ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്ക് സെൽഫ്. ഒരു പക്ഷേ 1-2 ചാപ്റ്റർ എഴുതി കഴിഞ്ഞിട്ടുണ്ട്, ആ ചാപ്റ്റർ ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കാം. This would ensure a very large sale of the volume if it is any good. ഏതായാലും ഇങ്ങനെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ബുക്ക് ഇറങ്ങുമ്പോൾ ഈ ബുക്കിന്റെ വിൽപ്പനയ്ക്ക് വലിയൊരു വിൽപ്പനയ്ക്ക് അത് സഹായിക്കും. We think we can get some of the life insurance companies to recommend in their advertising that people read the book. അതായത് ചില ഇൻഷുറൻസ് കമ്പനികൾ ഉൾപ്പെടെ മുന്നോട്ട് വന്ന് ഈ പറയുന്ന നമ്മുടെ ബുക്കിന്റെ അഡ്വർടൈസ്മെന്റ്, പരസ്യത്തിന് വേണ്ടി നമ്മളോട് സഹായം ചെയ്യും. നെർവസ് അബൌട്ട് ദ ഒഹായോ റെസ്പോൺസ് ടു ദിസ് 2 ചാപ്റ്റേഴ്സ്. അതായത് ഒഹായിലെ അംഗങ്ങളുടെ എന്താണ് പ്രതികരണമെന്ന് ഒരു വിഷമത്തിൽ നിൽക്കുമ്പോൾ ബിൽ ഈസ് ഹാപ്പി ടു റിപ്പോർട്ട് ദാറ്റ് ലോക്കൽ പ്രൊഫഷണൽ ഹാസ് പ്രൊനൗൺസ്ഡ് ദം യൂസ്ഫുൾ ആൻഡ് മൂവിംഗ് ആൻഡ് നോട്ട്സ് ഹി ഈസ് കോൺഫിഡന്റ് ദേ വിൽ പ്രൂവ് ടു എഫക്റ്റീവ് മാർക്കറ്റിംഗ് ടൂൾസ് ഓഫ് ദ ബുക്ക്. അതായത് ബില്ല് വളരെ സന്തോഷവാനായി, കാരണം ലോക്കൽ അവിടുത്തെ സാധാരണ ഒരു ലോക്കൽ പ്രൊഫഷണല് പറഞ്ഞു ഈ പറയുന്ന റീഡേഴ്സ് ഡൈജസ്റ്റില് ഈ ബുക്കിനെ കുറിച്ചിട്ടുള്ള ഒരു എഫക്റ്റീവ് മാർക്കറ്റിംഗ് ടൂൾസ് ചെയ്യാമെന്ന്. അല്ലെങ്കിൽ ഒരു ദ സാറ്റർഡേ ഈവനിങ് പോസ്റ്റിൽ ദ മോസ്റ്റ് വൈഡ്ലി റീഡ് മാഗസിൻ അറ്റ് ദ ടൈം ആൻഡ് ഇൻ ദ ഏജ് ബിഫോർ ടെലിവിഷൻ. അതായത് ടെലിവിഷൻ വരുന്നതിന് മുമ്പ്, TV ഒക്കെ വരുന്നതിന് മുമ്പ് സാറ്റർഡേ ഈവനിങ് പോസ്റ്റും റീഡേഴ്സ് ഡൈജസ്റ്റും ആയിരുന്നു ആ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിരുന്നത്. ദേ വേർ അലോങ് വിത്ത് റേഡിയോടൊപ്പം തന്നെ മാർക്കറ്റിംഗ് ഇതുണ്ടായിരുന്നതാണ്. ദ പ്രൈമർലി വെഹിക്കിൾ ഫോർ കമ്മ്യൂണിറ്റി അമേരിക്കൻ പബ്ലിക്. അതായത് അമേരിക്കയിലെ ആളുകൾ മൊത്തത്തിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെടാനായിട്ട് ഈ വാഹനമാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് റീഡേഴ്സ് ഡൈജസ്റ്റും സാറ്റർഡേ ഈവനിങ് പോസ്റ്റും. ബിൽസ് മെൻഷൻ ഓഫ് ദം ഹിയർ ഈസ് ഷുവർലി ambitious but was later events would prove his hopes for using these 2 magazines to help expand the AI movement were not completely unfounded. അപ്പം ഈ 2 മാഗസിനുകളും തങ്ങളുടെ AI കുറിച്ചും AIയുടെ ചലനത്തെക്കുറിച്ചും ഈ ബുക്കിനെ കുറിച്ചും വിവരിക്കുക. The possibility of publishing an article about the book in readers would assume a considerable Bill's Hank's energy over the coming months, but it was the eventual publication of the Jack Carlson article of alcoholism in the March 1, 1941. ഈ റീഡേഴ്സ് ഡൈജസ്റ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ ആർട്ടിക്കിള് അവർ പിന്നീട് കൈയൊഴിഞ്ഞു. എങ്കിലും ജാക്ക് അലക്സാണ്ടർ ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് March 1, 1941 ദ സാറ്റർഡേ ഈവനിങ് പോസ്റ്റില് ദ വുഡ് പ്രൊഡ്യൂസ് എക്സാക്ട്ലി ദ കൈൻഡ് ഓഫ് എക്സ്പ്ലോസീവ് റിസൾട്ട് ഇൻ ദ ബിൽ പ്രഡിക്റ്റ് ഹിയർ. അപ്പൊ റീഡേഴ്സ് ഡൈജസ്റ്റിൽ ആ ലേഖനം വന്നില്ലെങ്കിലും സാറ്റർഡേ ഈവനിങ് പോസ്റ്റിൽ തുടർച്ചയായിട്ട് ഈ ആർട്ടിക്കിള്, ജാക്ക് അലക്സാണ്ടർ എഴുതിയ ആർട്ടിക്കിള് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല റിസൾട്ട്
നമ്മുടെ ബുക്കിന് നൽകുകയും ഒരു ഒരു എക്സ്പ്ലോസീവ് സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു റിസൾട്ട് നൽകുകയും ചെയ്തു. വിൽസൺസ് കൺക്ലൂഡിംഗ് ഐഡിയ ദാറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് വുഡ് ബിക്കം ആക്റ്റീവ് പാർട്ട്നേഴ്സ്, അതായത് ഇൻഷുറൻസ് കമ്പനികൾ ഇത് കാണുമ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സായി മാറും ഇൻ ദ പ്രൊമോഷൻ ഓഫ് ദ ബുക്ക്, അതായത് നമ്മുടെ ബുക്കിനെ പ്രൊമോട്ട് ചെയ്യും. മേ സീം എ ബിറ്റ് സ്ട്രേഞ്ച് ടുഡേ, ഇന്ന് നമുക്കതൊരു വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുമെങ്കിലും വളരെ അപരിചിതമായിട്ട് തോന്നുമെങ്കിലും, ബട്ട് ദിസ് വാസ് വൺ ഓഫ് ഹാങ്സ് മോസ്റ്റ് ചെറിഷ്ഡ് കൺവെൻഷൻ അറ്റ് ദ ടൈം. ആ സമയത്ത് ഹാങ് പിയുടെ ഏറ്റവും വലിയൊരു ആശയം ഇൻഷുറൻസ് കമ്പനികളെ കൊണ്ട് പരസ്യം ചെയ്യിപ്പിക്കുക എന്നായിരുന്നു. ഹാങ് പി വാസ് thoroughly convinced that life insurance company whom had claimed constantly paid out large settlements of drinking related debts. അതായത് മദ്യാസക്തി കൊണ്ട് മരണപ്പെടുന്ന അനേക ആളുകൾ ആ കാലത്ത് അമേരിക്കയിലുണ്ട്. ഇൻഷുറൻസ് കമ്പനികൾ അവരുമായി കേസ് പറഞ്ഞ് മടുത്തിരിക്കുകയാണ്. അപ്പോ ആ തരം കമ്പനികളെ വളരെ വേഗം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ would quickly realize the benefit they could reap to reducing the number of active alcoholics among their insured customers. അതായത് ഇങ്ങനെ മദ്യാസക്തി മൂലം കഷ്ടപ്പെടുന്ന ആളുകളുമായിട്ട് ഈ തരത്തിലുള്ള കേസുകൾ പറഞ്ഞ് ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഈ ബുക്കിനെ കുറിച്ച് പറയുകയും അങ്ങനെ അവർക്ക് ഒരു പരിധി വരെ ആൽക്കഹോളിസത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുകയും ചെയ്താൽ ഇവർക്ക് പിന്നെ കേസിൽ പോകേണ്ട കാര്യമില്ല, കസ്റ്റമേഴ്സിന് പണം കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് ആളുകൾ ഞങ്ങളെ സഹായിക്കുമെന്നാണ് ഹാങ് പി പറയുന്നത്. ദർ ഈസ് എ പ്ലോസിബിൾ ലോജിക് അറ്റ് വർക്ക് ഹിയർ. ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം ഉണ്ട് അതിനകത്ത്. ബട്ട് ദ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് നെവർ ഫുള്ളി അപ്രീഷിയേറ്റ് ഹാങ്സ് ആർഗ്യുമെന്റ്. പക്ഷേ ഇൻഷുറൻസ് കമ്പനികൾ ഹാങ്കുവിന്റെ ഈ പറയുന്ന കാര്യത്തിന് അത്ര പരിഗണിച്ചില്ല. ആൻഡ് ഹിസ് പ്രഡിക്ഷൻ, അവന്റെ ഈ പ്രഡിക്ഷനും എടുത്തില്ല. ദാറ്റ് ദേ വുഡ് ഹാപ്പിലി സ്പെൻഡ് മണി ടു അഡ്വർടൈസ് എ ന്യൂ കോട്ട് ആൻഡ് ഔട്ട് ഓഫ് ദ അനദർ വൺ ഓഫ് ഹിസ് മെനി അൺറിയലൈസ്ഡ് എക്സ്പെക്ടേഷൻ ഫോർ ദ ബുക്ക്. അതായത് ഇൻഷുറൻസ് കമ്പനികളെ ഇവന്റെ ഈ ആർഗ്യുമെന്റ്സും ഹാങ്ബിയുടെ ആർഗ്യുമെന്റ്സും പ്രഡിക്ഷനും മുൻധാരണകളെ കുറിച്ചൊന്നും വലിയ സന്തോഷവാനായിരുന്നില്ല. അവർക്ക് ഈ പറയുന്ന പരസ്യത്തിനു വേണ്ടി അനേകം പണം കൊടുക്കാനായിട്ട് അവർ തയ്യാറുമില്ല. അതായത് പുതിയ ഒരു ക്യൂറാണ്, പുതിയ ഒരു സുഖപ്പെടൽ പദ്ധതിയാണ്, 4 വർഷമായിട്ടുള്ളൂ, ഇത് വ്യാപകമായി വ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് അവരതിന് തയ്യാറായില്ല. ടേൺഡ് ഔട്ട് ടു ബി അനദർ വൺ ഓഫ് ഹിസ് മെനി ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് ദ ബുക്ക്. അപ്പൊ ബുക്കിനെ കുറിച്ചുള്ള അവന്റെ മറ്റൊരു പൂർത്തീകരിക്കാത്ത ആഗ്രഹമായി അത് മാറി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിർത്തുകയാണ്. താങ്ക് യു.